ഇന്നത്തെ രാത്രിയിലെ ദൈവവചന ധ്യാനത്തിനായിട്ട് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 27-28 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Gospel of Matthew, chapter 23, verses 27 and 28. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് കഷ്ടം. വെള്ളതേച്ച ശവക്കല്ലറകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അവ പുറമേ അഴകായി ശോഭിക്കുന്നുവെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാനെന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അകമയോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരത്രേ. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ സന്നിധി ഞങ്ങളെ തന്നെ വീണ്ടും ഇന്നത്തെ രാത്രി താഴ്ത്തി തരികയാണ്. അപ്പ, ഞങ്ങളെ തന്നെ ചതിക്കുന്നവരായി തീരരുത്. ഞങ്ങളുടെ ജഡം ഞങ്ങളെ ചതിക്കരുത്. ഈ ലോകം ഞങ്ങളെ ചതിക്കരുത്. ഞങ്ങൾ കാണുന്നത്, ഞങ്ങൾ കേൾക്കുന്നത് ഞങ്ങൾ ചതിക്കപ്പെടുവാൻ്റെ കോണം ഇടയാകുന്നതായി തീരരുത്. ഞങ്ങളെ പഠിപ്പിക്കുന്നവരാൽ ഞങ്ങൾ ചതിക്കപ്പെടരുത്. പരിശുദ്ധനെ, ഞങ്ങൾ അങ്ങേ ഭയപ്പെടുന്നു. നിത്യതയിൽ അങ്ങയോടുകൂടെ വസിക്കുന്നത് മാത്രമാണപ്പാ ഞങ്ങളുടെ ലക്ഷ്യം. അപ്പ ആ ശ്രേഷ്ഠമേറിയ ആഗ്രഹത്തിൽ ഞങ്ങൾ മുന്നോട്ട് ജീവിപ്പാൻ, ആ സമർപ്പണത്തിൽ ജീവിപ്പാൻ, അങ്ങയുടെ തിരുവചനത്തിൽ അനുശാസിക്കുന്ന നഷ്ടങ്ങളും കഷ്ടങ്ങളും അതിനുവേണ്ടി സന്തോഷത്തോടെ സഹിപ്പാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ സഹായിക്കണമേ. സമ്പൂർണ്ണമായി താഴ്ത്തി തരിക കർത്താവേ. അടിയങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സഭയെ ശുദ്ധീകരിക്കണമേ. അങ്ങയുടെ വരവിന് വേണ്ടി ഞങ്ങൾ ഓരോരുത്തരെയും ഒരുക്കിക്കാട്ട്. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കാം. മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായം മുഴുവനും നമ്മൾ വായിച്ചാൽ അത് പരീശന്മാരെ കുറിച്ചും സദൂക്യരെ കുറിച്ചും മതഭക്തരായിരിക്കുന്ന ഇസ്രായേൽ ജനത്തെക്കുറിച്ചും എഴുതിയിരിക്കുന്നത്. ഏതാണ്ട് 50ഓളം പ്രാവശ്യം, 50 മാർക്സ് ഓഫ് ഫാരിസീസ്, പരീശന്മാരുടെ 50ഓളം അവരുടെ ജീവിതത്തിൻ്റെ സ്വഭാവത്തിൻ്റെ സവിശേഷതയെന്ന് ഞാൻ പറയില്ല, സ്വഭാവത്തിൻ്റെ രീതികൾ, ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. നമ്മളെല്ലാവരും വീട്ടിൽ പോയിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഈ 23-ാമത്തെ അധ്യായം ഒന്ന് വായിക്കണം. മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായം വായിക്കണം. അതിനകത്തെ സിംഹഭാഗം കാര്യങ്ങളും നമ്മുടെ ജീവിതവുമായിട്ട് നമ്മൾ വിശ്വസ്തയോടൊന്ന് തട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും ഇത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലാകും. എന്തുകൊണ്ടാണ് ഈ അധ്യായം നാം പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ആ അധ്യായത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ എഴുതിയിരിക്കുന്ന വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. 3-ാമത്തെ വാക്യം 23:3 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ചു ചെയ്യുവിൻ. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിലിരിക്കുന്നു. അവർ അധികാരത്തിലിരിക്കുന്നത് കൊണ്ട് അവർ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം. അവരോട് നിങ്ങൾ റിബൽ ചെയ്യരുത്. അധികാരികൾക്ക് നിങ്ങൾ കീഴ്പ്പെട്ടിരിക്കണം. പക്ഷേ അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും. അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അധികാരത്തിലിരിക്കുന്നവര് പറയുന്നത് നമ്മൾ കേൾക്കണം, പക്ഷേ അവരുടെ ജീവിതത്തെ നമ്മൾ അനുകരിക്കരുത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, അവർ പറയുന്നതല്ലാതെ അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യുന്നില്ല. അതാരോടുള്ള ദൂതാണ്? തൻ്റെ ശിഷ്യന്മാരോട്, കർത്താവ് തൻ്റെ ജനത്തോട് കൊടുക്കുന്ന ദൂത്. അതായത് നമ്മളോട് ഓരോരുത്തരോടും കർത്താവ് പറയുന്ന വാക്കാണത്. പറയുന്നതല്ലാതെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്തവരുടെ ജീവിതത്തെ നിങ്ങൾ അനുഗമിക്കരുത്. അതുകൊണ്ട് തന്നെയാ ഈ ഒരു അധ്യായം മുഴുവനും നമ്മൾ വായിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് നമ്മളെ ഒന്ന് ശോധന ചെയ്യാൻ, ഈ നാളുകളിൽ നമ്മൾ കേൾക്കുന്ന ദൈവിക വചനങ്ങൾ മറ്റുള്ളവർ പറയുമ്പോൾ അതൊന്ന് ശോധന ചെയ്യുവാൻ, നമ്മുടെ കൂട്ടുകെട്ടുകളെ, നമ്മുടെ ഫെലോഷിപ്പിനെ, നമ്മുടെ സഭയിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തെ, ഇതിനെയൊക്കെയും ഒന്ന് സൂക്ഷ്മ പരിശോധന ചെയ്യുവാൻ. അത് മാത്രമല്ല, നമുക്ക് നമ്മളിലേക്കൊന്ന് നോക്കുവാൻ തക്കവണ്ണം എന്നിൽ ഈ പരീശ്വത്വമുണ്ടോ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇരട്ടി നരകത്തിന് യോഗ്യനാണോ? ഈ 23-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും കടന്ന് സഞ്ചരിക്കുന്നു, ആക്കിയ ശേഷം നിങ്ങളെക്കാൾ ഇരട്ടി നരകത്തിന് അവനെ യോഗ്യനാക്കി തീർക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇതൊക്കെ വായിക്കുമ്പം ഇത് എന്നെക്കുറിച്ചാണോ എഴുതിയിരിക്കുന്നത്? എന്നിൽ ഈ സ്പിരിറ്റ് ഉണ്ടോ?
എന്നുള്ളത് നമുക്കൊന്ന് ശോധന ചെയ്യേണ്ടതായിട്ടുണ്ട്. കർത്താവ് ഈ വാക്യങ്ങൾ ആരോടാ പറഞ്ഞതെന്നറിയാമോ? നിരീശ്വരവാദികളോടല്ല പറഞ്ഞത്, ദൈവമില്ലാത്തവരോടല്ല പറഞ്ഞത്, പാപികളോടല്ല പറഞ്ഞത്, ദുഷ്ടജനത്തോടല്ല പറഞ്ഞത്, തന്നെ അംഗീകരിക്കാത്ത പ്രമാണമില്ലാത്തവരോടല്ല പറഞ്ഞത്. He was speaking to religious people. അതായത് മതഭക്തരായ മനുഷ്യരോടാണ് പറഞ്ഞത്. ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നവരോടാ പറഞ്ഞത്. ദൈവവചനം അറിയുന്നു എന്ന് പറഞ്ഞവരോടാ ദൈവ കർത്താവ് ഇത് പറഞ്ഞത്. ദൈവവചനം അറിയുക മാത്രമല്ല, ആലയങ്ങളിൽ വന്ന് ദൈവത്തെ സ്തുതിക്കുന്നവരോടാ പറയുന്നത്. ഭയപ്പാടോടുകൂടി ദൈവത്തിന് യാഗം അർപ്പിക്കുന്നവരോടാ ഇത് പറയുന്നത്. മറ്റുള്ളവരെ വചനം പഠിപ്പിക്കുന്നവരോടാ ഇത് പറയുന്നത്. സമൂഹത്തിൽ ദൈവനാമത്തിൽ ബഹുമാനിക്കപ്പെടുന്നവരോടാണ് ഇത് പറയുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വളരെ ശ്രദ്ധയോടെ ഇന്നത്തെ രാത്രിയിൽ ഈ തിരുവചനം നമ്മൾ കേൾക്കണം. കാരണം എന്തെന്നറിയാമോ? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇതേ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, ഇരട്ടി നരകത്തിന് യോഗ്യരായി തീരുക. എന്ത്? പാട്ടുപാടിയിട്ടും പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും ദൈവസഭയുടെ ഭാഗമാണെന്ന് പറഞ്ഞിട്ടും ദൈവസഭകൾ സ്ഥാപിച്ചിട്ടും മറ്റുള്ളവർക്ക് ട്രാക്ട് കൊടുത്ത് സുവിശേഷം അറിയിച്ചിട്ടും ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ നാമത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടും ഇരട്ടി നരകത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ സാധാരണ മനുഷ്യർ നരകത്തിൽ വീഴുമ്പോൾ ഈ കൂട്ടർ എങ്ങോട്ടാ വീഴുന്നതെന്നറിയാമോ? ഇരട്ടി നരകത്തിലാണ് വീഴുന്നത്. കാരണം എന്തെന്നറിയാമോ? അവർ ജീവിച്ചത് കപടഭക്തിക്കാരായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ വിഷയമാണ് ഇന്നത്തെ രാത്രി നമ്മൾ കേൾക്കേണ്ടത്. Hallelujah. He was speaking to religious people. You are like whitewashed tombs. നിങ്ങൾ വെള്ള തേച്ച ശവക്കല്ലറകളോട് തുല്യമാണെന്ന്. ഇത് തന്നെയാ അപ്പോസ്തലപ്രവൃത്തി 23-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് മഹാപുരോഹിതനായ അനന്യാസിനെ വിളിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? വെള്ള തേച്ച ചുവര്. യു വൈറ്റ് വാഷ്ഡ് വോൾ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? പുറത്ത് നീ മറ്റുള്ളവരെ വഞ്ചിക്കുകയാണ്. പുറത്ത് നിനക്കൊരു ഭാവമുണ്ട്, പുറത്തൊരു അഭിനയമുണ്ട്, പുറത്തൊരു ജീവിത രീതി നീ മറ്റുള്ളവരെ കാണിക്കുന്നു. ബട്ട് ആക്ച്വലി ദാറ്റ് ഈസ് നോട്ട് വാട്ട് യു ആർ. അതല്ല നീ അകത്ത് നീ വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ്. അകത്ത് നീ വ്യത്യസ്തയായ ഒരാളാണ്. നിന്റെ ഉദ്ദേശങ്ങൾ വേറെയാണ്, നിന്റെ ജീവിത ലക്ഷ്യങ്ങൾ വേറെയാണ്, നിന്റെ ജീവിത രീതികൾ വേറെയാണ്, നിന്റെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ വേറെയാണ്. ഇതെല്ലാം വേറെയാ. പക്ഷെ പുറത്ത് മറ്റൊരു രീതിയാണ് നീ കാണിക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, this is a frightening statement. This is a terrifying statement. This is a disturbing statement. ഈ സ്റ്റേറ്റ്മെന്റ് കർത്താവ് പറയുക, നിങ്ങൾ ശവക്കല്ലറകളെ പോലെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു പ്ലീസിങ് സ്റ്റേറ്റ്മെന്റ് അല്ല, നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു വാക്കല്ലെന്നോ. ഇവിടെ ഇന്ന് നിന്ന് കർത്താവ് സംസാരിക്കുക, കർത്താവിന്റെ ആത്മാവിൽ തന്നെ ഞാൻ സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് ഫിസിക്കലായിട്ട് ഭൗതികമായിട്ട് കർത്താവ് ഇന്ന് ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നമ്മളെ നോക്കിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ വെള്ളതേച്ച ശവക്കല്ലറുകളോട് ഉത്തരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡു യു തിങ്ക് ദാറ്റ് മേക്സ് യു ഹാപ്പി? ഡു യു തിങ്ക് ദാറ്റ് മേക്സ് മീ ഹാപ്പി? നമ്മളെ സന്തോഷിപ്പിക്കുന്ന വാക്കാണോ അത്? മൈലുകൾക്ക് അകലെ നിന്ന് വണ്ടി ഓടിച്ച് സമയം കണ്ടെത്തി ഈ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഈ ഗോസ്പൽ മീറ്റിങ്ങിന് വേണ്ടി ഇവിടെ കടന്നു വന്നിട്ട് കർത്താവ് നമ്മുടെ മുഖത്ത് നോക്കി പറയുകയാണ്, നിങ്ങൾ വെള്ളതേച്ച ശവക്കല്ലറുകളോട് തുല്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡു യു തിങ്ക് യു വിൽ ബി ഹാപ്പി വെൻ യു ഗോ ഹോം? നമ്മുടെ ഭവനത്തിലേക്ക് മടങ്ങി പോകുമ്പോൾ സന്തോഷത്തോടെയാണോ മടങ്ങി പോകുന്നത്? അതുകൊണ്ട് തന്നെ ദിസ് ഇസ് എ ഡിസ്റ്റർബിംഗ് സ്റ്റേറ്റ്മെന്റ്. വളരെ നമ്മളെ അസുരപ്പെടുത്തുന്ന, അലോരസപ്പെടുത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു പ്രസ്താവനയായത്. പക്ഷെ ഇതിനകത്തേക്കൊന്ന് നോക്കാം, എന്തെങ്കിലും ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടുണ്ടോ? കർത്താവ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ കേട്ട 100 പേരോ 150 പേരോ 200 പേരോ എത്ര പേരോ അവിടെ കൂടിയിരുന്നു എന്ന് എനിക്കറിയത്തില്ല, അവരെല്ലാവരും വെള്ളതേച്ച കല്ലറുകളോട് തുല്യമാണെന്നല്ല അതിൻ്റെ അർത്ഥം. അതിനകത്ത് ചിലരുണ്ട്, അതിനകത്ത് ചില വ്യക്തികളുണ്ട്. അപ്പോൾ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ, ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ, ശക്തമായ ദൈവിക ദൂതുകൾ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ ഡിസ്കറേജ്ഡ് ആകുകയല്ല. കർത്താവിന്റെ പരിശുദ്ധാത്മാവിന് നമ്മളെ വിട്ടുകൊടുത്തിട്ട് പറയണം, കർത്താവേ, ഈസ് ഇറ്റ് ടു മീ ദാറ്റ് യു ആർ സ്പീക്കിംഗ്? അങ്ങ് എന്നോടാണോ സംസാരിക്കുന്നത്? എനിക്ക് വെളിച്ചം ലഭിക്കാത്ത, എനിക്ക് മറഞ്ഞിരിക്കുന്ന ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഏരിയ ഉണ്ടോ? ആ ഏരിയയെ കുറിച്ചാണോ നീ സംസാരിക്കുന്നത്? അങ്ങനെയെങ്കിൽ അതെനിക്കൊന്ന് കാണിച്ചു തരണം കർത്താവേ എന്ന് പറയണം. അതില്ല എന്നുണ്ടെങ്കിൽ we don't have to worry. It is for somebody else, or it is for the media. Someone else, somewhere in some part of the world, someone is there waiting for this admonition and exhortation. Hallelujah. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, a person can have a beautiful appearance while carrying a spiritual death within. കല്ലറയിലേക്കൊന്ന് നോക്കിക്കേ, വൈറ്റ് വാഷ്ഡ് ടോംബിലേക്ക് നോക്കിക്കേ, externally it appears so good.
സോ വണ്ടർഫുൾ ആൻഡ് ഇംപ്രസീവ്. വെള്ളം തേച്ച് ഒരു കല്ലറയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പുറത്ത് എത്ര വൃത്തിയാണതല്ലേ, എത്ര നല്ലതാ അത്, കാണാൻ എത്ര ഭംഗിയാണതല്ലേ. പക്ഷെ അകത്തോ there's a smell, there's a spirit, and there's remains of death. മരണത്തിൻ്റെ മണം അതിനകത്തുണ്ട്, മരണത്തിൻ്റെ ആത്മാവ് അതിനകത്തുണ്ട്, മരണത്തിൻ്റെ അവശിഷ്ടങ്ങൾ അതിനകത്തുണ്ട്. പുറത്ത് ഇറ്റ് ലുക്സ് സോ ബ്യൂട്ടിഫുൾ. സോ എ പേഴ്സൺ ക്യാൻ ഹാവ് ബ്യൂട്ടിഫുൾ അപ്പിയറൻസ് ഔട്ട്സൈഡ്. കർത്താവിൻ്റെ അടുക്കൽ വരുന്ന അല്ലെങ്കിൽ കർത്താവിൻ്റെ സഭയിലായിരിക്കുന്ന ഒരു സഹോദരനോ ഒരു സഹോദരിക്കോ പുറത്ത് നല്ല ഭംഗി കാണിയേക്കാം. എന്താ ആത്മീക ഭംഗി, നല്ല പാട്ടുകൾ, നല്ല പ്രാർത്ഥനകൾ, നല്ല വചന ജ്ഞാനം, സഭയ്ക്കകത്ത് ഓടി നടന്ന് പ്രവർത്തിക്കുന്നു. പക്ഷേ അകത്ത് ചിലപ്പോൾ സ്പിരിച്വൽ ഡെത്തും കൊണ്ടായിരിക്കാം ആ വ്യക്തി നടക്കുന്നത്. എന്ത് പ്രയോജനമാണ് ദൈവമക്കളെ? അങ്ങനെ ഒരു വ്യക്തിക്ക് എന്ത് പ്രയോജനമാണ്? നിത്യ നരകത്തിലേക്ക് മരണത്തിൻ്റെ ആത്മാവുമായി സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പ്രത്യാശ എന്താ? ഒരു പ്രതീക്ഷ എന്താ? അത് അവസാനം അറിയുന്നതിനേക്കാൾ കുറച്ച് നേരത്തെ അറിയുന്നത് എത്ര അനുഗ്രഹമാണ്. ഇന്നത്തെ രാത്രി ശ്രദ്ധിക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ. God is not merely examining what we do and glorify externally, but he examines what is inside. നമ്മൾ പുറത്ത് എന്തൊക്കെ ചെയ്ത് ദൈവനാമം മഹത്വപ്പെടുത്തുന്നു, ദൈവസഭയ്ക്ക് പ്രയോജനം വരുത്തുന്നു, ദൈവമക്കൾക്ക് പ്രയോജനം വരുത്തുന്നു, അതിലൊന്നിലുമല്ല ദൈവം നോക്കുന്നത്. ദൈവം അതൊക്കെ കാണുന്നുണ്ട്, ദൈവം അതിനെ അപ്രീഷിയേറ്റ് ചെയ്യും, അതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ അതിനേക്കാൾ അപ്പുറം നമ്മുടെ അകമാണ് കർത്താവ് നോക്കുന്നത്, നമ്മുടെ അകമാണ് കർത്താവ് നോക്കുന്നത്. പ്രൈസ് ഗാഡ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഇന്നത്തെ രാത്രി ഈ വചനത്തിന്റെ മുമ്പാകെ ഇരിക്കണം. കർത്താവ് എന്നോട് സംസാരിക്കണമേ. മൈ ചിൽഡ്രൻ, ഇഫ് യു വാണ്ട് ടു ബി ഹോണസ്റ്റ് ബിഫോർ ഗോഡ്, ആസ്ക് ദ ലോർഡ് ടു റിവീൽ ഇറ്റ് ടു യു ദോസ് ട്രൂത്ത് വിച്ച് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് ഇൻസൈഡ് ഔട്ട്. നമ്മുടെ ജീവിതത്തെ അകം പുറം മാറ്റുവാൻ തക്കവണ്ണം കഴിവുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മളെ തന്നെ സമർപ്പിച്ചിട്ട് പറയുക, ദൈവത്തിന്റെ തിരുവചനമേ എന്നിൽ അങ്ങ് പ്രവർത്തിക്കണമേ. ഇന്നത്തെ രാത്രിക്കാലം വാട്ട് ഈസ് എ വൈറ്റ് വാഷ്ഡ് ടോംബ്? എന്താണ് ഒരു വെള്ളതേച്ച ശവക്കല്ലറ എന്ന് പറഞ്ഞാൽ? യേശു കർത്താവിന്റെ കാലഘട്ടത്തിൽ, യേശു കർത്താവ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ ശവക്കല്ലറകളിൽ വെള്ള തേക്കുക പതിവായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? ദൂരെ നിന്ന് നോക്കിയാൽ തന്നെ ഈ കല്ലറ കാണണം. കാരണം സെറിമോണിയലി അവരുടെ കർമ്മപരമായിട്ട് ന്യായപ്രമാണ പ്രകാരം ആരെങ്കിലും ഒരാൾ അറിയാതെ ശവക്കല്ലറയിൽ ചവിട്ടുകയോ അതുമായിട്ട് ബന്ധത്തിൽ വരികയോ ചെയ്തു കഴിഞ്ഞാൽ സെറിമോണിയലി ദേ വിൽ ബി ഡിക്ലെയർഡ് അൺക്ലീൻ. അവരുടെ മതാനുഷ്ഠപ്രകാരം ന്യായപ്രമാണ പ്രകാരം അവർ അശുദ്ധിയുള്ളവരായിത്തീരും. അത് സംഭവിക്കാതിരിക്കുവാൻ തക്കവണ്ണം അതിൽ വെള്ള അടിച്ചു വെക്കും. എന്ന് പറഞ്ഞാൽ ദൂരെ നിന്ന് ആര് കണ്ടാലും മനസ്സിലാക്കണം അതൊരു കല്ലറയാണെന്ന്. അവർക്കത് ഒഴിഞ്ഞു മാറുവാനായിട്ട് പറ്റും. അതാണ് പ്രാഥമികമായിട്ട് അതിനകത്തുള്ള വിഷയം. ഇന്നത്തെ രീതിയിലേക്ക് നോക്കിക്കഴിഞ്ഞ് നമ്മൾ നോക്കിയ കല്ലറയ്ക്കുള്ള പ്രത്യേകത, ഇന്ന് നമ്മൾ കല്ലറയ്ക്കല്ലേ പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നത്, അല്ലേ? ഇന്ന് കല്ലറയ്ക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഈ ഒരു കല്ലറ പണിയാൻ വേണ്ടി ലക്ഷങ്ങൾ ചെലവാക്കുവാനോ ഒരു ഫ്യൂണറൽ സർവീസ് നടത്തുവാൻ തക്കവണ്ണം ലക്ഷങ്ങൾ ചെലവാക്കുവാനോ നമുക്കൊരു മടിയുമില്ല. എന്നാൽ അതിനകത്ത് കിടക്കാൻ പോകുന്ന അപ്പനോ അമ്മയോ സഹോദരങ്ങളോ മക്കളോ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാനോ അവർക്ക് ആഗ്രഹമുള്ള ഒരു ഇച്ചിരി ആഹാരം ഉണ്ടാക്കി കൊടുക്കുവാനോ വാങ്ങിച്ചു കൊടുക്കുവാനോ അവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കുവാനോ നമുക്ക് കഴിയത്തില്ല. ഞാൻ ഈ അടുത്തിടെ ഒരു വൃദ്ധപിതാവിൻ്റെ വാക്കുകൾ കേട്ടു. എന്നെ ഒത്തിരി വേദനിപ്പിച്ച വാക്കാണ്. ആ വൃദ്ധപിതാവ് ഒരു വൃദ്ധസദനത്തിലാണ് ജീവിക്കുന്നത് നാട്ടില്. ആ വൃദ്ധപിതാവ് ഒരാളോട് പറയുന്നത് റെക്കോർഡിങ്ങിൽ കേട്ടത് എന്താണെന്നറിയാമോ? എൻ്റെ മോനും കുടുംബവും വന്നിട്ടുണ്ട്, ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. ഈ പ്രസന്റർ ചോദിച്ചു, അപ്പച്ചനെ വന്ന് കണ്ടോ? ഇല്ല, അവര് വേനൽക്കാലം അവധി ചെലവഴിക്കാൻ വേണ്ടി പോയിരിക്കുക, പിന്നെ പോകുന്ന വഴിക്ക് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ വരുമായിരിക്കും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇതാണ് ഇന്നത്തെ ലോകം. ഇതാ ഇന്നത്തെ ലോകം. കഴിഞ്ഞ നാളുകളിൽ ഒരു മെസ്സേജ് നമ്മൾ കേട്ടു, മാതാപിതാക്കളെ എങ്ങനെയാ ബഹുമാനിക്കുന്നതെന്ന്, എന്തുകൊണ്ട് അവരെ ബഹുമാനിക്കണമെന്ന്, ദൈവവചനപ്രകാരം എങ്ങനെ അവരെ ബഹുമാനിക്കണമെന്ന്. ഹല്ലേലൂയ. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ പോയി കേൾക്കണം. യൂട്യൂബിന്റെ വ്യൂ വർദ്ധിപ്പിക്കാനല്ല ഞാൻ ഈ പറയുന്നത്. പിന്നെയോ നീ നിത്യ നരകത്തിലേക്ക് പോകുന്നത് കണ്ടാ നിന്നോട് ഞാൻ പറയുന്നത് ഇത്. ദൈവകോപത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. അപ്പനും അമ്മയും നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടങ്ങൾ നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. ഇന്ന് ഒന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മൾ അവരുടെ ഡെഡ് ബോഡി അവർ മരിച്ചുവെന്ന് അറിയുമ്പോൾ നമ്മൾ പറന്നിറങ്ങും. എവിടെ നിന്നാ? ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളിൽ നിന്ന് പറന്നിറങ്ങും. മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ എത്തും.
എത്ര ലക്ഷം വേണമെങ്കിലും നമ്മൾ ചെലവഴിക്കും. നമ്മൾ എന്താ പറയുന്നത്, ഈ ഈവന്റ് മാനേജ്മെന്റുകാരോടൊക്കെ പറയും, പൈസ നിങ്ങൾ നോക്കണ്ട, എന്ത് വേണമെങ്കിലും ചെയ്തോ. ആർഭാടമായ വലിയ റാലിയിൽ വലിയ വാഹനങ്ങളൊക്കെ അലങ്കരിച്ച് ഡെഡ് ബോഡി കയറ്റി വെച്ചുകൊണ്ട് നമ്മൾ വരും, ഇല്ലേ? അറിയപ്പെടുന്ന പ്രസംഗകരെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കും, ഇല്ലേ? എല്ലാ ബാൻഡുമേളങ്ങളും നടത്തും. ആ ദേശത്ത് അറിയപ്പെടുന്ന ഒരു ശവമടക്കം നടത്തും. എന്നാൽ ഈ പാവപ്പെട്ട പിതാവ്, ഈ പാവപ്പെട്ട മാതാവ് ജീവനോടിരുന്നപ്പം അനാഥയെ പോലെ ജീവിച്ചത് ഈ മകൻ അല്ലെങ്കിൽ ഈ മകൾ അറിയുന്നില്ല, കാണുന്നില്ല. ഡോണ്ട് വറി, യു ആർ ഇൻ ദ ക്യൂ. നീ ഇപ്പൊ ക്യൂവിൽ തന്നെയാ. ഇതിന്റെ ഇരട്ടിയാണ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. പലപ്പോഴും അത് അറിയുന്നില്ല. ഈ അടുത്തൊരു ദിവസം ഞാൻ ഒരാളോട് പറഞ്ഞു, നാട്ടിലൊരു ചൊല്ലുണ്ട്, ഒരു പറച്ചിലുണ്ട്. എന്തോന്നറിയാമോ? പഴുത്തില വീഴുമ്പോൾ പച്ചില ചിരിക്കും. യു അണ്ടർസ്റ്റുഡ് വാട്ട് ഐ സേ? When a rotten leaves fall down, the tender leaves, the new baby leaves laugh. But those baby leaves, it won't understand that is in the queue. പഴുത്തല വീഴുമ്പോൾ പച്ചല ഇരുന്ന് ചിരിക്കും. എന്നാൽ ഈ പച്ചലയ്ക്ക് വരാൻ പോകുന്നത് എന്തുവാന്ന് ഈ പച്ചലയ്ക്ക് ഓർമ്മയില്ല. അത് ഓർക്കണമെങ്കിൽ അതിനാ പറയുന്ന ജ്ഞാനം, അതിനാ പറയുന്ന വിവേകം. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, the way you treat your parents, my brothers, my sisters, the way you treat your children, the way you treat your siblings, the way you treat your wife, the way you treat your husband, be careful in that. അവർ ജീവനോടിരിക്കുമ്പോൾ, അത് അപ്പനായിക്കൊള്ളട്ടെ, അമ്മയായിക്കൊള്ളട്ടെ, ഭാര്യ ആയിക്കൊള്ളട്ടെ, ഭർത്താവായിക്കൊള്ളട്ടെ, മക്കളായിക്കൊള്ളട്ടെ, സഹോദരന്മാരായിക്കൊള്ളട്ടെ, സഹോദരിമാരായിക്കൊള്ളട്ടെ, ജീവനോടിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി നിനക്ക് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമെങ്കിൽ നീ ചെയ്യുക. അവർ മരിക്കുമ്പോൾ അവരുടെ ശവോടക്കത്തിന് വേണ്ടി ചെലവാക്കാൻ നീ പൈസ ബാങ്കിൽ ഇട്ടേക്കണ്ട. ആ ഇട്ടേക്കുന്നതിന്റെ ഒരു 10% എടുത്ത് അവർ ജീവനോടിരിക്കുമ്പോൾ അവർക്ക് കൊടുക്ക്, സന്തോഷത്തോടെ കൊടുക്ക്. അവരുടെ ബെറീവ്മെന്റ് ബെനിഫിറ്റ്സുകളൊക്കെ നമ്മൾ എൻജോയ് ചെയ്യും, ഇല്ലേ? ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവർ മരിച്ചാൽ അവരുടെ ഇൻഷുറൻസ് നമ്മൾ വാങ്ങിക്കും, അവരുടെ പേരുള്ള സ്വത്ത് നമ്മൾ എഴുതി വാങ്ങിക്കും. പക്ഷേ ഒരു മകൾ ചെയ്യേണ്ടത്, ഒരു മകൾ ചെയ്യേണ്ടത്, ഒരപ്പൻ ചെയ്യേണ്ടത്, ഒരമ്മ ചെയ്യേണ്ടത്, ഒരു സഹോദരൻ ചെയ്യേണ്ടത്, ഒരു സഹോദരി ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്നില്ല. സബ്ജക്റ്റ് മാറിപ്പോകുന്നു. ഞാൻ ടോംസിനെ കുറിച്ചാണ് പറഞ്ഞത്, ശവക്കല്ലറകളെ കുറിച്ചാണ് പറഞ്ഞത്. വെള്ളതേച്ച ശവക്കല്ലറകൾ. അന്നായാലും ഇന്നായാലും മനോഹരമായിട്ട് ശവക്കല്ലറ ഉണ്ടാവും, അല്ലേ? ശവക്കല്ലറയ്ക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. കർത്താവ് പറയുക, നീ ആ ശവക്കല്ലറ പോലാവരുത്, നീ ആ ശവക്കല്ലറ പോലാകരുത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കാരണം എന്താണെന്നറിയാമോ? ഈ ശവക്കല്ലറ ഇവിടെ നിന്നോട്ട് പറയുന്നത്, the tomb testify itself saying that come and see me, I am so good, wonderful. കല്ലറ ഇവിടെ നിന്നുകൊണ്ട് പറയുക, നീ ഒന്ന് വന്നേ, നീ എന്നെ ഒന്ന് കണ്ടേ, എത്ര മനോഹരമാ ഞാന്. പക്ഷെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാലോ, but the inside says I am full of death. കല്ലറയുടെ അകം പറയുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ അകം മരണമാ, മരണത്തിൻ്റെ മണമാ. കർത്താവ് പറഞ്ഞു, ചത്ത മനുഷ്യന്റെ റിമെയിൻസ് എല്ലാം, അവശിഷ്ടങ്ങളെല്ലാം അതിനകത്ത് കിടക്കാൻ. Nobody is tempted to sleep in that skeleton, അല്ലേ? ആ സ്കെൽറ്റൻസിൽ, ആ അസ്ഥി പഞ്ചരങ്ങളോടുകൂടി കിടന്ന് ഉറങ്ങാൻ ആർക്കെങ്കിലും ടെംപ്റ്റഡ് ആകുമോ? ഇല്ല. നാട്ടിലെയൊക്കെ സെമിത്തേരികൾ, ഇവിടെയും ഉണ്ട് അങ്ങനത്തെ സെമിത്തേരികൾ. എന്താണെന്നറിയാമോ? പൂത്തോട്ടമാക്കി വെച്ചിരിക്കുക സെമിത്തേരികൾ, അല്ലേ? എന്തിനാണെന്നറിയാമോ? ടു മേക്ക് ഇറ്റ് മോർ ഇംപ്രസീവ്. ആക്ച്വലി അവിടെയാണോ പൂത്തോട്ടം വേണ്ടത്? ഭവനത്തിനകത്ത് നരകമായിരുന്നു. ശവപ്പറമ്പ് പൂന്തോട്ടമാക്കുന്ന മനുഷ്യന്റെ നടുവിലാണ് നീയും ഞാനും ജീവിക്കുന്നു. ഓർക്കണമേ, ആ പൂന്തോട്ടം ആദ്യം വരേണ്ടത് ഭവനത്തിനകത്താ വരേണ്ടത്, ഭവനത്തിനകത്താ വരേണ്ടത്. കല്ലറകൾ അലങ്കരിച്ചത് കൊണ്ട്, സെമിത്തേരികൾ അലങ്കരിച്ചത് കൊണ്ട് ഒരു പ്രയോജനവും നിനക്കില്ല. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയണമെങ്കിൽ നിന്റെ കുടുംബത്തിൽ ഇത് ചെയ്യണം, നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ആരെങ്കിലുമോ മീഡിയയിലൂടെ ആരെങ്കിലും എന്നെ കേൾക്കുവാൻ്റെ ഗുണം ഇടയാകുന്നുവെങ്കിൽ നിങ്ങളോട് എ സ്മോൾ ലിറ്റിൽ പെപ് ടോക്ക്, ഒരു ചെറിയ ഉപദേശം തരട്ടെ. നിങ്ങളുടെ അപ്പനോ അമ്മയോ ജീവിച്ചിരിക്കുന്നെങ്കിൽ അവരെ നിങ്ങൾ കരുതണം, അവർക്ക് വേണ്ടി നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യണം. അത് ഭാര്യയുടെ അപ്പനും അമ്മയും ആയിക്കൊള്ളട്ടെ, ഭർത്താവിൻ്റെ അപ്പനും അമ്മയും ആയിക്കൊള്ളട്ടെ, നമ്മളെ കൊണ്ട് കഴിയുന്നവർക്ക് വേണ്ടി ചെയ്യണം. ഞാൻ വെറുതെ പ്രസംഗിക്കുകയല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ പ്രസംഗിക്കത്തില്ല. കാരണം ഐ ഡോണ്ട് വാണ്ട് ടു ബി എ ഹിപ്പോക്രിറ്റ്. എനിക്കൊരു കപടഭക്തിക്കാരനാവണ്ട. നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരും, നമ്മുടെ കുഞ്ഞുങ്ങൾ അത് കാണുവാനിടയായി തീരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദ ഹോൾ സൈക്കിൾ വിൽ ബി റിവേഴ്സ്ഡ്.
കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ കൊടുക്കാം. ഹിപ്പോക്രസി ഇതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം വരുന്നതല്ല കേട്ടോ. ഇറ്റ് ഈസ് നോട്ട് സംതിങ് യു ആർ ഫോളോയിങ് ഇൻ എ ഡേ ടു ഡേ ലൈഫ് 1 time or 10 times. ഇറ്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് യു ഡു അൺനോയിങ്ലി ഇൻ യുവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിന്റെ ദൈനംദിന ജീവിതത്തിൽ വീഴുന്നതോ തെറ്റുപറ്റുന്നതോ അതിനെക്കുറിച്ചല്ല ഈ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ അറിവില്ലായ്മ കൊണ്ട് തെറ്റുകളിലേക്ക് വീണു പോകുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ദിസ് ഈസ് ടോക്കിംഗ് അബൌട്ട് എ ലൈഫ് സ്റ്റൈൽ. ഒരു ലൈഫ് സ്റ്റൈല്, ഒരു മാറ്റവുമില്ല. പുറത്തുകൂടെ ഒരു അഭിനയം നടന്നുകൊണ്ടിരിക്കുന്നു, അകത്ത് മറ്റൊരു ജീവിതം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ഒരു പശ്ചാത്താപവുമില്ല. എനിക്കൊരു തെറ്റുമില്ലെന്നാണ് പറയുന്നത്. കാരണം അവരുടെ ശരികളിൽ മാത്രം ജീവിക്കുന്നവരാണ്. അവർക്ക് കറക്ഷൻ ആവശ്യമില്ല, കറക്ഷൻ ആഗ്രഹമില്ല. അവർ മറ്റുള്ളവരെ കറക്റ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാ. എനിക്ക് സമയമില്ല ഈ 50 കാര്യം ഇതിനകത്തൂടെ ഓരോ വാക്യങ്ങളിലൂടെയും കടന്നു പോകാനായിട്ട്. അവർ മറ്റുള്ളവരെ എന്താ പറയുന്നത്, തർജ്ജനം ചെയ്യുന്നവരാ, മറ്റുള്ളവരെ ഉപദേശിക്കുന്നവരാ. ബട്ട് റിമെമ്പർ, hypocrisy is when the outside gives a different view from inside. അകത്തില്ലാത്തതൊന്നിനെ നമ്മുടെ പുറം കാണിക്കുമ്പോഴാണ് അതിനെ കപടഭക്തി എന്ന് പറയുന്നത്. അകത്തില്ലാത്തതൊന്നിനെ നമ്മുടെ പുറം കാണിക്കുമ്പോഴാണ് അതിനെ കപടഭക്തി എന്ന് പറയുന്നത്. Praise God. Hallelujah. Hypocrisy is presenting an appearance of righteousness while deliberately concealing an unrighteous heart. അറിഞ്ഞുകൊണ്ട് കപടമുള്ള ഒരു ഹൃദയത്തെ മറച്ചു വെക്കുക, ആരും കാണാതെ. എന്നിട്ട് പുറത്ത് എല്ലാവരെയും പ്രസാദിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്വഭാവം കാണിക്കുക. എന്നാൽ ഭർത്താവിനറിയാം ഭാര്യ എങ്ങനെയാണെന്ന്, ഭാര്യയ്ക്കറിയാം ഭർത്താവ് എങ്ങനെയാണെന്ന്, മക്കൾക്കറിയാം അപ്പനും അമ്മയും എങ്ങനെയാണെന്ന്, അപ്പനും അമ്മയ്ക്കും അറിയാം മക്കൾക്ക് എന്താണെന്ന്. പക്ഷെ സഭയിലുള്ളവരെല്ലാവരും വിചാരിക്കുന്നവരെല്ലാം വിശുദ്ധരാണെന്ന്. ഇവിടെ നിന്ന് പാടുന്നവർ വിശുദ്ധരാണെന്നാണ്, ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നവൻ വിശുദ്ധരാണെന്നാണ് ലോകം മുഴുവനും പറയുന്നത്. പക്ഷേ കർത്താവ് നോക്കുമ്പോൾ എന്തെന്നറിയാമോ? ഇരട്ടി നരകത്തിന് യോഗ്യയായി യാത്ര മുന്നോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ എന്താണ് ഈ വാക്യത്തിൽ നിന്ന് പഠിക്കേണ്ടത്? ഒന്നുകൂടി ഈ വാക്യം ഒന്ന് വായിക്കട്ടെ. വാക്യങ്ങളൊന്ന് വായിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 27-28 വാക്യങ്ങൾ. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം. വെള്ളതേച്ച ശവക്കല്ലറുകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അവ പുറമെ അഴകായി ശോഭിക്കുന്നുവെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അകമയോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരത്രേ. 33-34 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു. പാമ്പുകളെ, സർപ്പസന്തതികളെ, നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും? നമ്മൾ കേട്ടിട്ടുള്ള യേശു ഇങ്ങനെയുള്ള യേശുവാണോ? യേശുവിൻ്റെ ഈ വാക്കുകൾ എത്ര ഇടങ്ങളിൽ പ്രസംഗിക്കാറുണ്ട്? നമ്മൾ കേൾക്കുന്ന യേശു കണ്ണുനീരൊപ്പുന്ന യേശുവാണ്. നമ്മൾ കേൾക്കുന്ന യേശു സുഹൃത്തായ കൂട്ടുകാരനായ യേശുവാണ്. നമ്മൾ കേൾക്കുന്ന യേശു കൈപിടിച്ചു ഡാൻസ് ചെയ്യുന്ന യേശുവാണ്. നമ്മുടെ യേശു കടഭാരങ്ങളെ നീക്കുന്ന യേശുവാണ്. നമ്മുടെ യേശു സൗഖ്യം തരുന്ന യേശുവാണ്. ഇതെല്ലാം നല്ലതാ. പക്ഷെ ഈ യേശുവിനെ കുറിച്ച്, ദൈവവചനത്തിൽ പറയുന്ന യേശുവിനെ കുറിച്ച് നമ്മളിൽ എത്ര പേർ കേട്ടിട്ടുണ്ട്? ആ യേശുവിനെ അറിയുവാൻ നമ്മളിൽ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഇവിടെ വിളിക്കുന്നത് ആരെയാണെന്നറിയാമോ? സർപ്പസന്തതികളെ വിളിക്കുന്നത് ന്യായപ്രമാണം കയ്യിലെടുത്ത് പഠിപ്പിക്കുന്ന പുരോഹിതന്മാരെയും മഹാപുരോഹിതന്മാരെയും സഭയിലെ മൂപ്പന്മാരെയും വിളിക്കുന്നത്. ചുമ്മാ തന്നോ കർത്താവിനെ ക്രൂശിച്ചതവര്? ഹല്ലേലൂയ. അത് തന്നെ ഇന്നും ദൈവഭക്തന്മാരെ ക്രൂശിച്ചുകൊണ്ടിരിക്കുക സഭ എന്ന് പറയുന്നവർ ഇന്ന് ദൈവദാസിദാസന്മാരെ ക്രൂശിച്ചുകൊണ്ടിരിക്കുക. കാരണം ഒരു സത്യത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട്. എങ്ങനെ അവരെ താളടിയാക്കാൻ പറ്റുമോ, എങ്ങനെ അവരെ ഡിസ്കറേജ് ആക്കാൻ പറ്റുമോ, എങ്ങനെ അവരെ വലിച്ചു കീറാൻ പറ്റുമോ, അത് പിശാച് നോക്കിക്കൊണ്ടിരിക്കുക. ദൈവമക്കളെന്ന് പറയുന്നവരിൽ കൂടി തന്നെ. ഈ വാക്യം കേട്ടെ, ഈ 34-ാമത്തെ വാക്യം. അതുകൊണ്ട് ഞാൻ പ്രവാചകന്മാരെയും ജ്ഞാനികളെയും ശാസ്ത്രിമാരെയും നിങ്ങളുടെ അടുക്കൽ അയക്കുന്നു. അവരെ ചിലരെ നിങ്ങൾ ക്രൂശിച്ചു കൊല്ലുകയും ചിലരെ നിങ്ങളുടെ പള്ളികളിൽ ചമ്മട്ടി കൊണ്ട് അടിക്കുകയും പട്ടണത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് ഓടിക്കുകയും ചെയ്യും. It is written there. It is written there. കർത്താവിന്റെ പിന്നാലെ നടന്ന അപ്പോസ്തലന്മാരുടെ ഗതി എന്താണെന്ന് നമുക്കറിയാം അല്ലേ? ഈ നൂറ്റാണ്ടുകളിലൂടെ നോക്കിക്കേ, യഥാർത്ഥത്തിൽ ദൈവഭക്തിയോടെ ദൈവഭക്തനായിട്ട് കർത്താവിനെ സേവിച്ച, കർത്താവിന്റെ പിന്നാലെ പോയ ഓരോ ഭക്തന്റെയും ജീവിതത്തിൽ അവരനുഭവിച്ച വേദനയും നിന്ദയും പരിഹാസവും തിരസ്കരണവും ഓർത്തു നോക്കിക്കേ. വേറൊന്നും കൊണ്ടുമല്ല, അവർ സത്യത്തെ പ്രസംഗിക്കുന്നുണ്ട്. ഹല്ലേലൂയ.
ഇവിടെ നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് ഇപ്പോൾ വായിച്ചു കേട്ട ഈ 2 വാക്യങ്ങളിൽ നിന്ന് നമ്മൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ രാത്രി മുന്നോട്ടുള്ള കുറച്ച് സമയം ചിന്തിക്കാനായിട്ട് പോകുന്നത്. നമ്പർ 1, ഒന്നാമത്തേത്, ജീസസ് വാസ് അറ്റാക്കിംഗ് അപ്പിയറൻസ് വിത്തൗട്ട് ട്രാൻസ്ഫോർമേഷൻ. അതായത് പുറത്തുള്ള പ്രത്യക്ഷതയുണ്ടല്ലോ, നമ്മുടേതായിട്ടുള്ള അപ്പിയറൻസ് ഉണ്ടല്ലോ, മറ്റുള്ളവരുടെ മുമ്പിൽ ഉള്ള തോന്നിപ്പിക്കലുണ്ടല്ലോ, അകത്ത് മാറ്റം വരുത്താതെ. എന്ന് പറഞ്ഞാൽ അകത്ത് മാനസാന്തരമില്ലാത്ത പുറത്തെ വിശ്വാസ ജീവിതത്തെയാണ് യേശു അറ്റാക്ക് ചെയ്യുന്നത്. നോട്ടീസ് വാട്ട് ദ ലോർഡ് സെഡ്, യു ഓൾസോ ഔട്ട്വേർഡ്ലി അപ്പിയർ റൈച്ചസ് അൺടു മാൻ. ഇവിടെ കർത്താവ് പറഞ്ഞ വാക്യം ഒന്ന് നോക്കി, നിങ്ങൾ പുറമേ നീതിമാന്മാരെന്ന് മനുഷ്യർക്ക് തോന്നുന്നു. ഈ തോന്നിപ്പിക്കലിനെയാണ് കർത്താവ് അറ്റാക്ക് ചെയ്തത്. ദിസ് വേർഡ് അപ്പിയർ, തോന്നിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഭയങ്കര വാക്കാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഐ ആം ഗിവിംഗ് എ റോങ് ഇംപ്രഷൻ ടു സംവൺ, ബട്ട് ഇൻസൈഡ് ഐ ആം നോട്ട് ലൈക്ക് ദാറ്റ്. മൈ ഇന്നർ ലൈഫ് ഡസന്റ് കറസ്പോണ്ട് ടു മൈ ഔട്ടർ ലൈഫ്. എൻ്റെ അകത്തെ ജീവിതവും എൻ്റെ പുറത്തെ ജീവിതവും ധ്രുവ വ്യത്യാസമാണ്. നോർത്ത് പോളും സൗത്ത് പോളും പോലെ, ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും തമ്മിൽ പോലെയാണ് അകത്തെ ജീവിതവും പുറത്തെ ജീവിതവും. നമ്മൾ തോന്നിപ്പിക്കുക. ഞാനൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, നമ്മൾ ദൈവസഭയിലേക്ക് കടന്നു വരുമ്പോൾ, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ഇടപെടുമ്പോൾ, നമ്മൾ അവരെ തോന്നിപ്പിക്കാനാണോ ശ്രമിക്കുന്നത്, അതോ യഥാർത്ഥത്തിൽ ജീവിക്കാനാണോ ശ്രമിക്കുന്നത്? ഐ ടെൽ യു വൺ തിങ് മൈ ബ്രദേഴ്സ്, മൈ സിസ്റ്റേഴ്സ്, യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന് മരിച്ചത് ആർക്ക് വേണ്ടിയെന്നറിയാമോ? നമ്മുടെ എക്സ്റ്റേണൽ അസിന് വേണ്ടിയല്ല, നമ്മുടെ ഈ പ്രിറ്റൻഡ് ചെയ്യുന്ന അസിന് വേണ്ടിയല്ല, ദ റിയൽ അസിന് വേണ്ടിയാണ്. ആ യഥാർത്ഥ എനിക്ക് വേണ്ടിയാ, ഞാൻ അഭിനയിക്കുന്ന എനിക്ക് വേണ്ടിയല്ല, ഞാൻ പുറത്ത് കാണിക്കുന്ന പടത്തിന് വേണ്ടിയല്ല യേശു മരിച്ചത്. പിന്നെയോ എൻ്റെ യഥാർത്ഥ ഞാൻ, എനിക്ക് വേണ്ടിയാ കർത്താവ് മരിച്ചത്. അപ്പൊ ഞാൻ ഈ പുറമേയുള്ള പടത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ യേശു എനിക്ക് വേണ്ടി മരിച്ചിട്ടില്ല. അവൻ മരിച്ചത് കൊണ്ട് എനിക്കൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. സാൽവേഷൻ എന്നിലേക്ക് വന്നിട്ടില്ല, രക്ഷ എന്നിലേക്ക് വന്നിട്ടില്ല. മറന്നു പോകരുതേ ദൈവമക്കളെ. നമുക്കൊരു ഹ്യൂമൻ റൈച്ചസ്നെസ് ഉണ്ട്, that people can see, but there is another righteousness which God creates in us. നമുക്കൊരു മാനുഷികമായ നീതിയുണ്ട്, പുറത്ത് കാണിക്കുന്ന നീതി. യേശുവിനെ അറിയാത്ത എത്രയോ ഡീസന്റ് ആൾക്കാർ ഈ ലോകത്തിലുണ്ട്, നമ്മളെക്കാൾ ഡീസന്റ് ആയിട്ട് ജീവിക്കുന്നവര്. അവർക്കൊരു നീതിയുണ്ട്. ആ നീതി യേശു കൊടുത്ത നീതിയല്ല, ആ നീതി അവരുണ്ടാക്കിയ നീതിയാണ്. ഒരുപക്ഷെ അവരുടെ അപ്ബ്രിങ്ങിങ്, അവരുടെ ജീവിതത്തിൽ അവരെ വളർത്തിയ രീതി, അവരുടെ കൾച്ചർ ആയിരിക്കാം, അവരുടെ വിദ്യാഭ്യാസമായിരിക്കാം, അവർക്ക് കിട്ടിയ മാനുഷിക ജ്ഞാനത്തിലായിരിക്കാം ആ ഡീസൻസി അവർ ഡെവലപ്പ് ചെയ്തു. പക്ഷേ യേശുവിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ നീതിയെ മാറ്റി കർത്താവ് നമുക്കൊരു നീതി തരും. അത് പരിശുദ്ധാത്മാവിനാലും തന്റെ വചനത്താലും തരുന്ന ഒരു നീതിയാണ്. ആ നീതിക്ക് മാത്രമേ നമ്മളെ മാറ്റാൻ പറ്റൂ. ആ നീതിക്ക് മാത്രമേ നമ്മുടെ അകം മാറ്റാൻ പറ്റൂ. അല്ലെങ്കിൽ എന്തോ പറ്റുമെന്നറിയാമോ? നമ്മളൊരു ദിവസം രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് വീട്ടിലെ ടാപ്പ് ഓൺ ചെയ്ത് നോക്കുമ്പോൾ കളറുള്ള, മഞ്ഞ കളറിലോ വേറെ ഏതെങ്കിലും കളറുള്ള വെള്ളം വന്നുകൊണ്ടിരിക്കുക. കൈയടിച്ച് നോക്കിയപ്പോൾ ഭയങ്കര സ്മെല്ലായി ഈ വെള്ളത്തിന്, അല്ലേ? നമ്മൾ അടുത്ത ടാപ്പ് പോയി തുറന്നു നോക്കി, വീട്ടിലെ കിച്ചണിൽ നോക്കി, എല്ലായിടത്തും നോക്കിയിട്ടുണ്ട്. പക്ഷെ എല്ലായിടത്തും ഇത് തന്നെയാ, വേറെ കളറിലുള്ള വെള്ളം, ഫോൾസ് സ്മെൽ, ദുർഗന്ധം വമിക്കുന്ന വെള്ളമാണ് വരുന്നത് ടാപ്പിനകത്തോട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ സഹോദരങ്ങളെ, ടാപ്പ് മാറ്റുന്നതിനെ കുറിച്ചാണോ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്? ആണോ? പൈപ്പ് ലൈനിനെ കുറിച്ചാണോ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്? നമുക്കറിയാം എവിടെയാ കുഴപ്പം, എവിടെയാ? ടാങ്കിനകത്ത് മലിനജലമായി. ടാങ്ക് ക്ലീൻ ചെയ്താൽ മതി. ടാങ്ക് നീഡ്സ് ടു ബി ക്ലീൻഡ് ഫസ്റ്റ്, നോട്ട് ജസ്റ്റ് ടാപ്പ് നീഡ്സ് ടു ബി ചേഞ്ച്ഡ്. നമ്മുടെ കണ്ണിന്റെ പ്രശ്നമല്ല, നമ്മുടെ നാവിന്റെ പ്രശ്നമല്ല, നമ്മുടെ ചെവിയുടെ പ്രശ്നമല്ല, നമ്മുടെ കൈകളുടെയും കാലിന്റെയും പ്രശ്നമല്ല. നമ്മുടെ പ്രശ്നം നമ്മുടെ ഹൃദയത്തിൻ്റെതാ. കാരണം ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതാണ് വായ പ്രസ്താവിക്കുന്നത്. ലൂക്കോസിന് ശേഷം 6-45 വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നു, നമ്മൾ ഉപവസിക്കുക, കർത്താവേ എൻ്റെ കണ്ണിനെ ഒന്ന് ശുദ്ധീകരിക്കണമേ, കർത്താവേ എൻ്റെ ചെവികളെ ഒന്ന് ശുദ്ധീകരിക്കണമേ, എൻ്റെ കർത്താവേ എൻ്റെ നാവിനെ ഒന്ന് ശുദ്ധീകരിക്കണമേ. പക്ഷേ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എൻ്റെയും നിന്റെയും ഹൃദയം മാറാതെ ഈ ടാപ്പിനകത്തൂടെ വരുന്ന ദുർഗന്ധം മാറത്തില്ല. മറന്നു പോകരുത് സഹോദരങ്ങളെ. The greatest danger is not what is outside, but what is inside. പുറത്തുള്ളതല്ല അപകടം, അകത്തുള്ളത് അപകടം. ഈ അകത്ത് നിന്നാണ് മാറ്റം സംഭവിക്കേണ്ടത്. ഈ അകത്ത് ഇത് ഉണ്ടായിട്ടും നമുക്ക് സഭയ്ക്കകത്തൊന്ന് പാട്ട് പാടാൻ പറ്റും. We can sing aloud beautiful songs പാടാൻ പറ്റും. നാളെയെ കൊണ്ടൻ മനസ്സിൽ ലേവലേശം ഭാരമില്ല. ആരായി പാടുന്നതെന്നറിയാമോ? നാളെ കൊണ്ട് എൻ മനസ്സിൽ ലെവലേശം ഭാരമില്ലെന്ന് പറയും. എന്താണെന്നറിയാമോ? ബാങ്കിൽ ഇഷ്ടം പോലെ 4-5 അക്കൗണ്ട് നിറച്ച് പണം കിടപ്പുണ്ട്, മുറ്റത്ത് 2-3 വണ്ടി കിടപ്പുണ്ട്.
ആള് കാണാത്തവണ്ണം 7 അടി പൊക്കത്തിന് ചുറ്റും കെട്ടിയ കോമ്പൗണ്ട് വാളിനകത്ത് കൊട്ടാര സദൃശമായ വീടുണ്ട്. മക്കളെല്ലാം ഓസ്ട്രേലിയയിലും അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെയാ. അവനിരുന്ന് പാടുകയാ, നാളെയെ കൊണ്ടൻ മനസ്സിൽ ലേശം ഭാരമില്ല. ഇതിൽ കൂടുതൽ കപടഭക്തി വേണോ? പക്ഷെ ഇത് പാടിയ ഭക്തൻ എന്തുദ്ദേശിച്ചാ പാടിയെന്നറിയാമോ? ഓരോ നാളും ദൈവം എന്നെ പോറ്റുന്നു, തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. ഇന്ന് നമ്മൾ പല പാട്ടുകൾ പാടുന്നുണ്ട്. അത് നമ്മുടെ ജീവിതവുമായിട്ട് ഒരു ബന്ധവുമില്ല. നമ്മുടെ ഇഷ്ടം എന്താണെന്നറിയാമോ? കേൾക്കുന്നവർ കൈയടിക്കണം, അല്ലേ? നമ്മുടെ വിഷയങ്ങൾ എന്തൊക്കെയാ? എല്ലാം ഇംപ്രസീവ് ആയിരിക്കണം. എന്നിട്ട് വെളിയിലേക്ക് ചോദിക്കാം നമ്മള്, എന്റെ പാട്ടുകൾ എങ്ങനെ ഉണ്ടായിരുന്നു, ഇന്നത്തെ ആരാധന എങ്ങനെ ഉണ്ടായിരുന്നു? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവ് 0 മാർക്കല്ല തരുന്നത്, ഇരട്ടി നരകത്തിന് നമ്മൾ യോഗ്യരായിത്തീരുക. മറന്നു പോകുന്ന ഇരട്ടി നരകത്തിന് നമ്മൾ യോഗ്യരായിത്തീരുക. കപടഭക്തി. നമ്മുടെ പാട്ടുകൾ നന്നായിരിക്കാം. ഇവിടെ നിന്നും ഭയങ്കര പ്രസംഗം, ഇലോക്വന്റ് ആയിട്ട് വാക്ചാതുര്യത്തോടെ പ്രസംഗിക്കാൻ പറ്റുമായിരിക്കാം. അനേകർ കൈയടിക്കും. ഒരു പക്ഷെ ചിലർ കണ്ണുനീരൊഴുക്കും. കാരണം പരിശുദ്ധാത്മാവരോട് ഇടപെടുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്നതിന്റെ കൂട്ട് കർത്താവിന്റെ നാമത്തിൽ പല കാര്യങ്ങളും ചെയ്യും. പക്ഷേ അധർമ്മത്തിലാണ് ജീവിക്കുന്നത്. പോയി നിങ്ങളൊന്ന് വായിക്കണം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അന്ത്യനാളിൽ കർത്താവ് പറയും, അധർമ്മം പ്രവർത്തിച്ചവരെ എന്നെ വിട്ടു പോകാൻ. അവരിലൂടെ കർത്താവ് അത്ഭുതങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു. എന്തിന്? കടന്നു വന്ന സാധുജനത്തിന്റെ വിടുതലിന് വേണ്ടി. നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പാട്ട് പാടുന്നത് കൊണ്ട്, അനുഗ്രഹിക്കപ്പെട്ട പ്രസംഗം പ്രസംഗിക്കാൻ കർത്താവ് ഉപയോഗിക്കുന്നത് കൊണ്ട്, നീ സുവിശേഷം പറയുമ്പോൾ ചിലർ മാനസാന്തരപ്പെടുന്നത് നീ കാണുന്നതുകൊണ്ട് നീ ഒരിക്കലും നെഗളിക്കരുത്. നിന്റെ മേലുള്ള കൃപയാണെന്നും നിന്റെ ആത്മീക ജീവിതത്തിന്റെ ഉന്നതി കൊണ്ട് ദൈവം പ്രവർത്തിക്കുന്ന പ്രവൃത്തിയാണെന്നും അല്ല, ദൈവം നിന്നെ ഉപയോഗിക്കുന്നുവെന്ന് മാത്രം. ഏലിയാവിനെ പോറ്റുവാൻ കാക്കയെ ഉപയോഗിച്ചതുപോലെ, ബിലെയാമിനോട് സംസാരിക്കുവാൻ കഴുതയെ ഉപയോഗിച്ചതുപോലെ, യോനായെ സൂക്ഷിക്കുവാൻ മത്സ്യത്തെ ഉപയോഗിച്ചതുപോലെ നിന്നെ അവൻ ഉപയോഗിക്കുന്നുവെന്ന് മാത്രം. നമ്മൾ പ്രൗഢാവരുത് കേട്ടോ, അഹങ്കരിക്കരുത്. ദൈവപ്രവൃത്തി എന്നിലൂടെയും നിങ്ങളിലൂടെയും നടന്നാൽ വീട്ടിൽ പോയി നെടുമ്പാട് വീണ് നിലവിളിച്ച് പ്രാർത്ഥിക്കണം, ഒരു യോഗ്യതയുമില്ലാത്ത എന്നെ വീണ്ടും ഒരിക്കൽ കൂടി കർത്താവെ അങ്ങ് ഉപയോഗിച്ചല്ലോ എന്ന്. അത് വിറ്റ് കാശാക്കാൻ നമ്മൾ ശ്രമിക്കരുത്. ഹല്ലേലൂയ. സമയം ഒത്തിരി മുന്നോട്ട് പോവുകയാണ്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 8-9 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നമ്മുടെ ഹൃദയവും നമ്മുടെ ചുണ്ടുകളും, അല്ലെങ്കിൽ ലിപ്സ് വേഴ്സസ് ഹാർട്ട്, നമ്മുടെ ഹൃദയവും നമ്മുടെ വായും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. These people draws nigh unto me with their mouth and honors me with their lips, but their heart is far from me. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. മാനുഷകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്നിങ്ങനെ പ്രവചിച്ചത് ഒത്തിരിക്കുന്നു. ഈ ജനം എന്തോ ചെയ്യുന്നത് അറിയാമോ? അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുക. നമ്മുടെ പ്രാർത്ഥനയും പാട്ടുമൊക്കെ കേട്ടോ എന്തോരു ഹല്ലേലൂയ, എന്തോരു സന്തോഷം, എന്താ പറയുന്നത്, ഭക്തിയാണെന്നറിയാമോ? ഭക്തി അങ്ങ് ഒഴുകുകയാ. ഒരു 4 ബക്കറ്റ് ഭക്തി വേണമെങ്കിൽ അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റും നമുക്ക്, അല്ലേ? നമ്മുടെ പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ മലയാളത്തിൽ പറയും രോമാഞ്ചം അടിഞ്ഞെന്നല്ലേ. ആത്മീയതയിലൊന്നും അങ്ങനൊന്നും പറയരുത് കേട്ടോ. ആൾക്കാർ പറയും, അയ്യോ ഇവൻ ആള് ശരിയല്ലെന്ന് പറയും. പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെ ആകും, ഒരു അനേക തലത്തിലാകും. പക്ഷെ ഈ പാട്ട് പാടിയ ആള്, ഈ പ്രാർത്ഥിച്ച ആള്, ഈ പ്രസംഗിച്ച ആള് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കോൺവെർസേഷനിലേക്ക് ഒന്ന് പോകണം. അകത്തു നിന്ന് വരുന്നത്, മൈ ചിൽഡ്രൻ, യു ഷുഡൻറ്റ് ബി ലൈക്ക് ദാറ്റ്. You need the power of the Holy Spirit living in you. You need a real conversion in your life. Ask the Lord to touch you. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവരോട് നിന്റെ ഹൃദയത്തെ തൊടാൻ പറ. You don't need to follow this sort of hypocrites. ഇങ്ങനത്തെ കപടഭക്തിക്കാരെ അല്ല നിങ്ങൾ അനുഗമിക്കേണ്ടത്. You need to go for the real thing. കർത്താവ് പറഞ്ഞിരിക്കുന്നതിന്റെ പിന്നാലെ പോ. അതിനുവേണ്ടി എത്ര കാലം കാത്തിരിക്കേണ്ടി വന്നാലും no worries. Be patient in waiting for the Lord. He will touch you. He will change you. He will transform you. അവൻ നിന്നെ മാറ്റും, അവൻ നിന്നെ രൂപാന്തരപ്പെടുത്തും. ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഒരു ശക്തനായ പോരാളിയായി, ഒരു ഭക്തനായി, ഭക്തയായി നിന്നെ ഉപയോഗിക്കും ദൈവം. അതാ വേണ്ടത് നിനക്ക്. അത് തന്നെ എൻ്റെ ജീവിതത്തിൽ ഇനിയുള്ള കാലം ഞാൻ ആഗ്രഹിക്കുന്നത്.
എനിക്ക് ഈ ലോകത്തിന്റെ പിന്നാലെ ഒന്നും പോകണ്ട. എനിക്കാരെ ലോകത്തിലുള്ളവരെ ഒന്നും സന്തോഷിപ്പിക്കുകയോ സുഖിപ്പിക്കുകയോ ഒന്നും ചെയ്യണ്ട. എനിക്കൊന്നു മാത്രമേ ഉള്ളൂ, എനിക്ക് നിത്യതയിലെത്തണം. കിരീടങ്ങൾ കിട്ടുന്നത് കുറവാണെങ്കിലും വേണ്ടില്ല, എനിക്ക് കർത്താവിനെ അവിടുത്തെ എത്തണം. ജീവിതത്തിൽ എത്രയോ വർഷങ്ങൾ നശിപ്പിച്ച് നഷ്ടപ്പെടുത്തി കളഞ്ഞ മനുഷ്യനാണ് ഞാൻ. ഇനിയുള്ള കാലം എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കണം. കർത്താവോട് പറഞ്ഞു കേട്ടോ, വോ അൺടു യു, നിങ്ങൾക്ക് ഹാ കഷ്ടം. സൃഷ്ടിച്ച ദൈവം പറയുകയാ, നിങ്ങൾക്ക് ഹാ കഷ്ടം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുന്നോട്ടുള്ള ഭാവി നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾ അന്ധനെ പോലെ ജീവിക്കുക. നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങളുടെ മുമ്പിലുള്ള ആപത്തിനെ കുറിച്ചൊരു ബോധ്യവുമില്ല. അത് പറഞ്ഞു തന്നിട്ടും നിങ്ങൾക്കറിയില്ല, തിരിച്ചറിവില്ല. How much devil deceived them, അല്ലേ? എത്രമാത്രം പിശാച് അവരെ വഞ്ചിച്ചെന്നറിയാമോ? അവർ കാത്തിരുന്ന മിശിഹ അവരുടെ മധ്യത്തിലൂടെ നടന്നിട്ടും ഇത് മിശിഹയാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. നമ്മൾ പലരും കർത്താവിനെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ പലരും വിശ്വസിക്കുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഓവർ എക്സാജറേറ്റ് ചെയ്ത് സംസാരിക്കുകയല്ല. എന്ന് പറഞ്ഞാൽ എന്താ ഒരു വിരോധാഭാസത്തിൽ സംസാരിക്കുകയാണെന്ന് നിങ്ങൾ ആരും ചിന്തിക്കരുത്. ഈ ദൈവമക്കളെന്ന് പറയുന്നതിനകത്ത് 90% പേരും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചും വിശ്വസിക്കുന്നില്ല. അവൻ വരുമെന്നുള്ള ചിന്തയുമില്ല. സ്വർഗവും നരകവും ഉണ്ടോ എന്ന് പോലും സംശയമാണ്. നിങ്ങൾ ചോദിക്കും അതെന്തിനാ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, അത് വിശ്വസിച്ചിരുന്നെങ്കിൽ ഈ അവസ്ഥയിൽ ദൈവമക്കളെന്ന് പറഞ്ഞവരാകത്തില്ലായിരുന്നു. ഈ അവസ്ഥയിൽ ദൈവസഭകളെന്ന് പറഞ്ഞ സഭയാകത്തില്ലായിരുന്നു. അതൊന്ന് വിശ്വസിച്ചാൽ മതി. എനിക്കൊരു ന്യായവിധി ഉണ്ടെന്ന്, ഞാൻ കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ടെന്ന്. ന്യായാസനത്തിന്റെ മുമ്പാകെ ഞാൻ നിന്ന് എന്റെ ശരീരത്തിൽ ഇരുന്നപ്പോൾ ചെയ്ത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം റിപ്പോർട്ട് കൊടുക്കുന്ന ഒരു നാള്. 2 കൊരിന്ത്യർ 5:10 പറയുന്നത് പോലെ, ഒരുവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാകും, വെളിപ്പെടേണ്ടതാകും. ആ ഒരു വാക്യം മാത്രം ഒന്ന് വിശ്വസിച്ചാൽ മതി, നമ്മുടെ ജീവിതം മാറിയേനെ. കുറച്ചു പേരുടെയെങ്കിലും ജീവിതം മാറിയേനെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അനേകം വിശ്വസിക്കുന്നില്ല. ഈ പാട്ടും ടമ്പാറും ഒക്കെ മാത്രമേ ഉള്ളൂ, ഈ വലിയ പ്രോഗ്രാമുകൾ മാത്രമേ, ഈ കോൺഫറൻസുകളും സെമിനാറുകളും മാത്രമേ ഉള്ളൂ. അതിനകത്തൊന്നും ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ തലമുറയും നമ്മുടെ സ്വഭാവം അനുകരിക്കാൻ തുടങ്ങി. കാരണം അവരും അഭിനയിക്കാൻ പഠിച്ചു. കാരണം അപ്പനും അമ്മയും അഭിനയിക്കുന്നവർ കാണുന്നുണ്ടല്ലേ, അപ്പൊ മക്കളും അഭിനയിക്കാൻ പഠിച്ചു. ഏതെങ്കിലും ഒരു അപ്പനും അമ്മയും യാഥാർത്ഥ്യത്തോടെ ജീവിക്കുകയാണെങ്കിൽ അവിടെ മക്കൾ പറയും ദിസ് ഈസ് ടു മച്ച് ഫോർ മീ. കാരണം അതിൻ്റെ അർത്ഥം എന്താ അറിയാമോ? അപ്പനും അമ്മയും വിത്തൗട്ട് കോംപ്രമൈസിങ് ട്രൂത്തിന് വേണ്ടി നിൽക്കുന്നു. അവിടെ സുഖകരമായ ജീവിതം വരത്തില്ല. കാരണം മക്കൾ കാണുന്ന ഈ ലോകമല്ല അപ്പനും അമ്മയും കണ്ട ലോകം. മക്കൾ പഠിച്ച വചനമല്ല അപ്പനും അമ്മയും ജീവിത അനുഭവങ്ങളിലൂടെ പഠിച്ച വചനം. അപ്പനും അമ്മയും കാണുന്ന നിത്യതയും മക്കൾ കാണുന്ന നിത്യതയും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, യു ആൻഡ് ഐ നീഡ് ടു ഡ്രോ എ ലൈൻ ബിറ്റ്വീൻ ദ വേൾഡ് ആൻഡ് ദ ചർച്ച്. ദൈവസഭയും ലോകത്തിൻ്റെയും മധ്യത്തിൽ നീയും ഞാനും ഒരു വര വരയ്ക്കേണ്ടിയിരിക്കുന്നു. ആ വര വരയ്ക്കേണ്ടത് ഞാനും നീയും, ദൈവം വരയ്ക്കത്തില്ലത്. 2 റോഡുകളുടെ മധ്യത്തിൽ ഡബിൾ ലൈൻ ഇട്ടിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ തിക്ക് ലൈൻ വരച്ചിരിക്കുന്നത് പോലെ, ഈ ട്രാഫിക് അങ്ങോട്ടോ അവിടെ നിന്ന് വരുന്ന ട്രാഫിക് ഇങ്ങോട്ടോ വരാതെ നടുക്ക് ഡിവൈഡേഴ്സ് വരച്ചിരിക്കുന്നത് പോലെ ദൈവസഭയുടെയും ലോകത്തിൻ്റെയും മധ്യത്തിൽ വരയ്ക്കണം വര. അതിനൊരു പക്ഷെ ക്രൂശ് സഹിക്കേണ്ടി വന്നേക്കാം, നിന്ന സഹിക്കേണ്ടി വന്നേക്കാം, പരിഹാസം സഹിക്കേണ്ടി വന്നേക്കാം. പക്ഷെ കർത്താവിന് വേണ്ടി നീ നിന്നാൽ ഒരു നാളിൽ സകല ലോകവും കാട്ട് ദൈവം നിന്നെ വെളിപ്പെടുത്തും. നീ എന്തിനു വേണ്ടി നിന്നാണ്? Praise God. A person who knows he is sick may seek a doctor. But a person who is dying while believing they are perfectly healthy is in great danger. രോഗിയാണെന്ന് തോന്നുന്ന ഒരു മനുഷ്യൻ മാത്രമേ ഡോക്ടറെ അന്വേഷിച്ചിട്ട് ഓടത്തുള്ളൂ, അല്ലേ? പക്ഷെ ഞാൻ പെർഫെക്റ്റ്ലി ഹെൽത്തി, മരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ പെർഫെക്റ്റ്ലി ഹെൽത്തി എന്ന് പറഞ്ഞാൽ ആ വ്യക്തി അകപ്പെട്ടിരിക്കുന്ന അപകടത്തെക്കുറിച്ച് മറ്റാരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ? ഒരു ഡോക്ടറെ കണ്ടിരുന്നെങ്കിൽ ഈ അസുഖത്തിൽ നിന്ന് മാറിയനേമായിരുന്നു, കുറേ കാലം കൂടെ ജീവിക്കാമായിരുന്നു. പക്ഷേ ആര് പറഞ്ഞിട്ടും സമ്മതിക്കത്തില്ല, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഹെൽത്തിയാ. നോക്ക്, എൻ്റെ മസിൽ വീർത്ത് വരുന്നതുണ്ടോ? എൻ്റെ 6 പാക്ക് സ്റ്റൊമക്ക് കണ്ടോ? അല്ലേ? എൻ്റെ വൈഡ് ആയിട്ടുള്ള ചെസ്റ്റ് കണ്ടോ? ഞാൻ ഓക്കെയാ, പെർഫെക്റ്റാ. പക്ഷെ ഒരു ദിവസം ഡിം. കാരണം എന്നറിയാമോ?
തനിക്ക് രോഗമുണ്ടെന്ന് അവൻ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ഈ സോ പ്രൗഡ്. എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, കർത്താവിൻ്റെ വചനം നമ്മളോട് കർത്താവ് സംസാരിക്കുമ്പോൾ അതിനെ ഏറ്റെടുക്കുവാനുള്ള ഹ്യൂമിലിറ്റി, താഴ്മ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. കഴിഞ്ഞ നാളുകളെക്കുറിച്ച് നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇനിയുള്ള കാലം നമുക്ക് സൂക്ഷിക്കാൻ കഴിയും. നമ്മുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കാൻ കഴിയും. നമ്മളെ കേൾക്കുന്നവരെ സൂക്ഷിക്കുവാൻ കഴിയും. നമുക്ക് കീഴെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവജനത്തെ സൂക്ഷിക്കുവാനായിട്ട് കഴിയും. കർത്താവ് അത് മാനിക്കും. ഹി ഓവർലുക്സ് അവർ ഇഗ്നറൻസ്. നമ്മുടെ അറിവില്ലായ്മയെ അവൻ ഗണ്യമാക്കത്തില്ല. അവൻ അതിനെ മറക്കും. പ്രൊവൈഡഡ് ഇഫ് യു ആർ വില്ലിംഗ് ടു ചേഞ്ച്. മാറുവാൻ നമുക്ക് മനസ്സുണ്ടായാൽ, താഴ്ന്നു കൊടുക്കുവാൻ നമുക്ക് മനസ്സുണ്ടായാൽ, കഴിഞ്ഞ നാളുകളിലെ കുറവുകൾ കർത്താവ് നമ്മളോട് കണക്കിടത്തില്ല. 1 സാമുവേൽ 16-7 വാക്യം. 1 Samuel chapter 16 verse 7. God looks at the heart. For man looks on the outward appearance, but the Lord looks on the heart. യഹോവ ശമൂവേലിനോട് അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യർ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിനെ കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളിച്ചത്. നമുക്കറിയാം, യിശായിയുടെ ഭവനത്തിലേക്ക് ദാവീദിനെ അഭിഷേകം ചെയ്യുവാൻ ശമൂവേൽ പ്രവാചകൻ വന്നു. പക്ഷെ ശമൂവേൽ പ്രവാചകൻ നോക്കിയത് മനുഷ്യൻ നോക്കുന്നതിൻ്റെ കൂട്ടാണ്. പൊക്കമുള്ള മൂത്ത ചേട്ടന്മാരെയൊക്കെയാ കണ്ടത്. എനിക്ക് സമയമില്ല, ഞാൻ അവിടേക്കൊന്നും പോകുന്നില്ല. പക്ഷെ കർത്താവ് അവൻ്റെ ഹൃദയത്തോട് പറഞ്ഞു, നീ നോക്കുന്ന പോലല്ല ഞാൻ നോക്കുന്നത്. പ്രൈസ് ഗോഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ പാസ്റ്റർമാർ നമ്മളോട് പറഞ്ഞേക്കും, നിങ്ങളെപ്പോലെ സ്പിരിച്വലായിട്ടുള്ള ഒരാളെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ത്രോ ദോസ് വേർഡ്സ് ഇൻ ടു റബ്ബിഷ് ബിൻ. അതിന് വലിയ എന്ന് പറഞ്ഞ് അങ്ങനെ അപമാനിക്കുകയൊന്നും ചെയ്യണ്ട. എന്നാലും ആ പറഞ്ഞ വാക്കുകൾക്ക് വലിയ വിലയൊന്നും കൊടുക്കണ്ട. അത് കേൾക്കുന്നുണ്ടെങ്കിൽ അകത്തൊന്ന് ചിന്തിച്ചാൽ മതി, കർത്താവ് എൻ്റെ അകം അറിഞ്ഞുകൊണ്ടാണോ ഇവർ പറയുന്നത്? അങ്ങനൊരു ചിന്ത വന്നാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു. അതല്ല, എൻ്റെ പാസ്റ്റർമാർ, ഞങ്ങളുടെ സഭയിലെ എൽഡേഴ്സും അങ്കിൾമാരൊക്കെ ആൻറ്റിമാരൊക്കെ പറയുന്നത് ഞാൻ നല്ല ആളെന്നാ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വന്ന് പറയുന്നതിനോട്, മമ്മിക്കൊരു കാര്യം അറിയാമോ, ടീച്ചർ എന്തോ എന്നെക്കുറിച്ച് പറഞ്ഞെന്നറിയാമോ? ചിലപ്പോൾ മമ്മി പറയും, കേൾക്കാൻ പറ്റുന്നതെന്ന് നീ പറഞ്ഞാൽ മതി. കുഞ്ഞുങ്ങൾ പറയും, മമ്മിക്കറിയാമോ ടീച്ചേഴ്സ് പറഞ്ഞത് എന്താന്ന്? എക്സൈറ്റ്മെൻ്റ് ഇല്ല. ആത്മീയ ജീവിതത്തിൽ അങ്ങനൊരു സർട്ടിഫിക്കറ്റ് ഇല്ല. അങ്ങനൊരു സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് കിട്ടണം. കാരണം നമ്മുടെ ഹൃദയം അത്രമാത്രം പലപ്പോഴും ദുഷ്ടതകൾ നിറഞ്ഞതാണ്. ഹല്ലേലൂയ. വേഗം ഞാൻ മുന്നോട്ട് പോട്ടെ. തീത്തോസിന്റെ പുസ്തകം 1-16 വാക്യം. Book of Titus chapter 1 verse 16. They profess that they know God, but in work they deny him. ഇതൊക്കെ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ട്. അവർ ദൈവത്തെ അറിയുന്നുവെന്ന് പറയുന്നുവെങ്കിലും പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്നു. അവർ അറക്കത്തക്കവരും അനുസരണം കെട്ടവരും യാതൊരു നല്ല കാര്യത്തിനും കൊള്ളരുതാത്തവരുമാകുന്നു. അവർ ദൈവത്തെ അറിയുന്നുവെന്ന് പറയുന്നുവെങ്കിലും പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്നു. നമ്മൾ പ്രോഫസ് ചെയ്യുന്നുണ്ട്, അതായത് പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, പ്രോഫസ് ചെയ്യുകയാണ്, ഐ നോ ഗാഡ്. പക്ഷെ പ്രവർത്തികളാൽ അവനെ നിഷേധിക്കുക. നമ്മുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു ദൈവമുണ്ടെന്ന് കേൾക്കുന്നവർക്കും തോന്നത്തില്ല, ഈവൻ നമുക്ക് പോലും തോന്നത്തില്ല. 50-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യത്തിൽ പറയുന്നു, ഇവയൊക്കെ നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കുക, ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. എന്തുവാ? 50-ന്റെ 16 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചാൽ മതി. ദുഷ്ടനോട് നീ ആരെങ്കിലും ഒന്ന് വായിക്കാമോ? പെട്ടെന്നൊന്ന് വായിച്ചേ, സമയം നമുക്ക് ഇല്ലാത്തത് കൊണ്ട്. പെട്ടെന്ന് മനസ്സിലേക്ക് വാക്യം വന്നുകൊണ്ട് പറയുക. എന്നാൽ ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നു, നീ എൻ്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എൻ്റെ നിയമത്തെ നിന്റെ വായിലെടുക്കുവാനും നിനക്ക് എന്ത് കാര്യം? നീ ശാസനയെ വെറുത്ത് എൻ്റെ വചനങ്ങളെ നിന്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞല്ലോ. കള്ളനെ കണ്ടാൽ നീ അവൻ അനുകൂലപ്പെടുന്നു, വ്യഭിചാരികളോട് നീ പങ്കുകൂടുന്നു, നിന്റെ വായ് നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, നിന്റെ നാവ് വഞ്ചനയെ പിണയ്ക്കുന്നു, നീ നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു, നിന്റെ അമ്മയുടെ മകനെ കുറിച്ച് അപവാദം പറയുന്നു. അടുത്ത വാക്യം കേട്ടെ. ഇവ നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കുകയാൽ ഞാൻ നിന്നെ പോലെ ഉള്ളവരെന്ന് നീ നിരൂപിച്ചു. നമ്മളിൽ പലരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ പോലുള്ള ഒരാളാ ദൈവം, അല്ലായിരുന്നെങ്കിൽ ദൈവം എന്നേ എനിക്കിതിനൊക്കെ മറുപടി തന്നേനുമായിരുന്നു. ദൈവം ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഞാൻ എൻ്റെ വഴിയെ പോകുന്നു, ദൈവം ദൈവത്തിൻ്റെ വഴിയെ പോകുന്നു. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് പോവാ. എനിക്ക് ആകെ പേടിയുള്ളത് പിശാചിനെയാണ്.
ശരിയല്ലേ ദൈവപൈതലേ നിന്റെ സ്വഭാവം? എനിക്ക് ദൈവത്തെ ഒരു പേടിയുമില്ല, കാരണം ഒരു കുഴപ്പവും ദൈവം ചെയ്യുന്നില്ല. എനിക്ക് ആകെ പേടിയുള്ളത് പിശാചിനെ. കാരണം വാക്യം പറയുക, ഇവ നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കിയാൽ ഞാൻ നിന്നെ പോലെയുള്ളവനെ നീ നിരൂപിച്ചു. അടുത്ത വാക്യം ഒന്ന് വായിച്ച സിസ്റ്ററെ. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിന് മുമ്പേ ഇവയെ നിരത്തി വെക്കും. ഒരു ദിവസം വരുന്നു, നിന്റെ കണ്ണിന് മുമ്പിൽ നീ ചെയ്തതൊക്കെ നിരത്തി വെക്കുന്നു ഒരു ദിവസം. അടുത്ത വാക്യം, ദൈവത്തെ മറക്കുന്നവനെ ഓർത്തുകൊള്ളുക. Behold those who forsake God, I will tear you like anything, none will come and deliver you. ദൈവത്തെ മറക്കുന്നവനെ ഇത് ഓർത്തുകൊള്ളുക, അല്ലെങ്കിൽ ഞാൻ നിന്നെ പിച്ചി ചീന്തിക്കളയും, വെടിവിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. അനേകരും മനസ്സിലാക്കാത്ത തിരുവചനങ്ങൾ അതൊക്കെ. കർത്താവ് പലപ്പോഴും ക്ഷമിക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നത് കർത്താവ് നമ്മളെ പോലുള്ളവനാണ്. എന്നാൽ ആ സമയം, കർത്താവിൻ്റെ സമയം കഴിയുമ്പോൾ, അവിടുത്തെ ക്ഷമ കഴിയുമ്പോൾ, അവിടുന്ന് കാത്തിരുന്ന സമയം കഴിയുമ്പോൾ, we will start seeing what God is doing. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ ആരെയും ഭയപ്പെടുത്താനായിട്ടാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മുമ്പേ പറഞ്ഞല്ലോ, നമ്മളോട് ആരോടെങ്കിലും ദൈവം സംസാരിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടും. അല്ല എങ്കിൽ you don't have to worry about anything. If the Lord is speaking to you, then take it seriously. ദൈവം നിന്നോട് സംസാരിക്കുന്നെങ്കിൽ ലാഘവത്തോടെ എടുക്കരുത്. I don't know your heart, I don't know your background. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ വിധിക്കും. അവർക്ക് എന്തിനാ 2 കാറ്, അവർക്ക് 2 കാറിന്റെ ആവശ്യം ഉണ്ടാകാം. അവർക്ക് എന്തിനാ ഇത്രയും വലിയ വീട്, അവർക്ക് ഇത്രയും വലിയ വീടിന്റെ ആവശ്യം ഉണ്ടാകാം. നിന്റെയും എന്റെയും പൈസയും കൊണ്ടല്ലല്ലോ അവർ പണിഞ്ഞത്. നമ്മളെപ്പോഴും മറ്റുള്ളവരെ വിധിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മളെ വിധിക്കാൻ നമുക്ക് സമയമില്ല. We are so busy scheduled. അല്ലേ? നമ്മുടെ വിരലെല്ലാം കയ്യിലാക്കുന്ന, ഓ അവരുടെ മക്കളെ കണ്ടില്ലേ, അവരിട്ടേക്കുന്ന തുണി കണ്ടില്ലേ, നിന്റെ പൈസയും കൊണ്ടാണ് അവർ തുണി വാങ്ങിച്ചത്. അല്ലല്ലോ. അവരെങ്ങനെ അവരുടെ പണം ചെലവഴിക്കുന്നു എന്നുള്ളതിന്റെ കണക്ക് അവർ ദൈവത്തോട് പറഞ്ഞോളും. നീ സൂക്ഷിക്കേണ്ട, നിനക്ക് തന്ന പണം നീ എങ്ങനെ സൂക്ഷിക്കുന്നു, നീ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളത് മാത്രം നീ നോക്കിയാൽ മതി. നിന്റെ ജീവിതം എങ്ങനെയുണ്ടെന്ന് നീ നോക്കിയാൽ മതി. നിന്റെ മക്കളെ വളർത്തുന്നത് എങ്ങനെയാണെന്ന് നീ നോക്കിയാൽ മതി. മറ്റുള്ളവരെ നീ എന്തിനാ നോക്കാൻ പോകുന്നത്, വിധിക്കാൻ പോകുന്നത്? അവരെ ദൈവം വിധിച്ചോളും. റോമാലേഖനം 14-ാം അധ്യായം പറയുന്നു, മറ്റുള്ളവരെ വിധിപ്പാൻ നീ ആര്? അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനത്രേ, അവന് നിൽക്കുമാറാക്കുവാൻ ദൈവത്തിന് കഴിയും. പക്ഷെ നമ്മുടെ പ്രശ്നം അതല്ല. നമ്മുടെ ടൈം എല്ലാം പോകുന്നത് ഇതാ. My brother, my sister, repent. Let us come back to the reality. നമ്പർ 2, സമയത്തിന് മുമ്പേ തന്നെ നിർത്തിക്കോളാം. നമ്പർ 2, രണ്ടാമത്, ഗോഡ് ഈസ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ ദ ഹാർട്ട് ദാൻ ഇൻ ദ പെർഫോമൻസ്. നമ്മുടെ പ്രകടനങ്ങളെക്കാൾ ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ പ്രകടനങ്ങൾ കൊണ്ടൊന്നും ദൈവത്തെ കളിപ്പിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഡ്രം ഉച്ചത്തിൽ അടിച്ചെന്ന് പറഞ്ഞാലും, കീബോർഡ് എത്ര ഭംഗിയായി പ്രൊഫഷണൽ വേയിൽ വായിച്ചെന്ന് പറഞ്ഞാലും ശരി, വയലിൻ എത്ര പ്രൊഫീഷ്യൻ്റ് ആണെന്ന് പറഞ്ഞാലും ശരി, ആയിട്ടല്ലേ, ഇതൊന്നും തെറ്റല്ല, ഇതെല്ലാം നല്ലതാ. സകല വാദ്യമേളങ്ങളോടും കൂടെ കർത്താവിനെ സ്തുതിക്കണം. അതിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവം തന്നിരിക്കുന്ന എല്ലാ ഫാക്കൽറ്റീസും ഉപയോഗിച്ച് ദൈവത്തെ ആരാധിക്കണം. പക്ഷേ നമ്മുടെ ലൈഫ് പ്രകടനമായി, പെർഫോമൻസായി മാത്രം പോകരുത്. പെർഫോമൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നവരായി ദൈവസഭ മാറരുത്. ഈ സഭയോ ഏത് സഭയോ മാറരുത്. അപകടമാത്, വലിയൊരു അപകടമാണ്. കാരണം കപടഭക്തിക്കാരെ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കും. We will encourage the hypocrites. പ്രകടനമല്ല, ഹൃദയമാ ദൈവസന്നിധിയിൽ ആവശ്യം. We can do the right things for the wrong reasons. ശരിയായ കാര്യങ്ങളെ തെറ്റായ രീതിയിൽ, തെറ്റായ ഉദ്ദേശത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. We can pray, we can serve, we can give, we can preach, we can attend church or help even poor people, while inwardly we seek the approval and recognition and control and acceptance. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, നമുക്ക് പാടാൻ പറ്റും, ദാനധർമ്മങ്ങൾ ചെയ്യാൻ പറ്റും, പ്രസംഗിക്കാൻ പറ്റും, മലകളിലൊക്കെ കയറി ഇറങ്ങി ട്രാക്സ് കൊടുക്കാൻ പറ്റും, സുവിശേഷം അറിയിക്കാൻ പറ്റും. ഇതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ദാറ്റ് ക്യാൻ ബി ഡൺ ഫോർ എ റോങ് റീസൺ. എന്തിനെന്നറിയാമോ? മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി, പേരും പെരുമയും നമുക്കുണ്ടാകാൻ വേണ്ടി. ഒരു വലിയ സഭ എനിക്ക് സ്ഥാപിക്കണം, എന്നിട്ട് എൻ്റെ പേര് അതിൻ്റെ ടോപ്പിൽ വെക്കണം. ഞാൻ കഴിഞ്ഞിട്ട് എൻ്റെ മോൻ അതിനെ നടത്തണം, അത് കഴിഞ്ഞിട്ട് അവൻ്റെ മോൻ അതിനെ നടത്തണം. ഇതെന്താ ബിസിനസ്സാണ്? Is it a corporate business? നിങ്ങൾ ചോദിക്കും, ഇതൊക്കെ ഉണ്ടോ? ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ ഉള്ളൂ. ദൈവത്തിൻ്റെ സഭയെ മനുഷ്യൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അതിനകത്തൊക്കെ സാധുക്കളായ ദൈവഭക്തരായ ചിലരുണ്ട്. അതുകൊണ്ട് അതിനെ അവിടെ നിർത്തിയിരിക്കുന്നത് ദൈവം. മറന്നു പോകരുത്.
നമ്മൾ ചോദിക്കും, എന്നിട്ട് ഇതൊക്കെ നടന്നിട്ടും എന്താ അവരൊന്നും ഇല്ലാതാകുന്നത്, അല്ലെ എന്നിട്ട് എന്താ ആ സഭകളൊന്നും മാറാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കാരണം ഇതുണ്ട്. അതിനകത്ത് ചിലരുണ്ട് ഭക്തിയോടെ കണ്ണുനീരോടെ ദൈവത്തെ ഭയപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ജനം അതിൻ്റെ മധ്യത്തിലുണ്ട്. അതുകൊണ്ട് ദൈവം അതിനെ നശിപ്പിക്കാതെ നിലനിർത്തുന്നു, മറ്റുള്ളവരെ ന്യായവിധിക്ക് വേണ്ടി. മറക്കരുത് സഹോദരങ്ങളെ. ഹല്ലേലൂയ. Praise God. We don't have to perform to seek the love of God. ദൈവത്തിൻ്റെ അംഗീകാരത്തിന് വേണ്ടി നമ്മൾ പെർഫോം ചെയ്യേണ്ട. The best way perform. You can do the best way. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർക്ക് നമ്മൾ എന്ത് കൊടുത്താലും ബെസ്റ്റ് വേയില്ല, അല്ലേ? റെസ്പെക്റ്റബിൾ ആയിരിക്കുന്ന ഒരാൾ, വളരെ ബഹുമാന്യനായിരിക്കുന്ന ഒരാൾ നമ്മുടെ വീട്ടിൽ സന്ദർശിക്കാൻ വന്നു കഴിഞ്ഞാൽ ഒരു ബഗറിന് കൊടുക്കുന്ന കൂട്ടാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ല? ഇപ്പം ആരെങ്കിലും പറയാമെന്ന് വെച്ചോ, ഒരു കോളിംഗ് ബെൽ അടിക്കുന്ന കേട്ട് ഓടിച്ചെന്ന് മോളിൽ തുറന്നുടനെ സ്ട്രീറ്റിലുള്ള ഒരു യാചകരായിട്ടുള്ള 2-3 പേര് ബെഗേഴ്സ് അവിടെ നിൽക്കുന്നു വാതിക്കൽ. ഓടി വന്ന് മമ്മിയോട് പറയും, മമ്മി 2-3 poor people are standing outside. മമ്മി എന്താ പറയും, ഇന്നലെ കഴിച്ചതിൻ്റെ ബാക്കിയൊക്കെ അവിടെ ഉണ്ട്, എടുത്തൊരു കാര്യം ചെയ്യും, പാത്രത്തിൽ എടുത്ത് കൊടുക്കുക എന്ന് പറയും. നാട്ടിലാണെങ്കിൽ. ഇവിടെ നമുക്കത് ചെയ്യാനൊക്കെ പറയും, അതിനകത്തുനിന്നൊരു 2 പൗണ്ട് കോയിൻ എടുത്ത് കൊടുക്കാൻ പറയും, അല്ലേ? മമ്മി വന്ന് നോക്കത്ത് പോലുമില്ല, കാരണം അത് നമ്മുടെ എല്ലാ സ്വഭാവമാണ്. വി ഡോണ്ട് ഗിവ് ഇമ്പോർട്ടൻസ്. പക്ഷെ അതേ സ്ഥാനത്ത് നമ്മൾ പറയാമെന്ന് വെച്ചോ, മക്കളൊന്ന് പറയാ, 2 പോലീസ് ഓഫീസേഴ്സ് മുമ്പിൽ വന്ന് നിൽക്കുന്നു. മമ്മി അവിടെ നിന്നൊന്ന് വിറയ്ക്കും, എന്നിട്ട് ചാടി മുമ്പിൽ വരും, അല്ലേ? അല്ലേതാണ്ട് മേയറുടെ ഒക്കെ വണ്ടി തന്നെ ഇവിടെ വന്ന് കിടക്കുന്നു, 3-4 വണ്ടിയുണ്ട്. അല്ലെങ്കിൽ ആ നാട്ടിലെ റെസ്പെക്റ്റിലായിരിക്കും. ഇതൊന്നും വേണ്ട, ചർച്ചിലെ പാസ്റ്റർ വന്ന് നിൽക്കുന്നത് പറഞ്ഞാലും നമ്മൾ ഓടി വരും. കാരണം എന്താണെന്നറിയാമോ? വ്യക്തികളെ കാണുന്നതിലുള്ള വ്യത്യാസം. Am I right? My brothers, my sisters, am I speaking something sensibly? ഞാൻ എന്തെങ്കിലും സംസാരിക്കുന്നത് യുക്തിപരമായിട്ടാണോ സംസാരിക്കുന്നത്? ഇത് ശരിയല്ലേ? നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ അപ്രൂവലിന് വേണ്ടി നമ്മൾ പെർഫോം ചെയ്യേണ്ട കാര്യമില്ല. വി ഡു ദ ബെസ്റ്റ് വെൻ വി ലവ് ഹിം. അതിന് പെർഫോമൻസ് വേണ്ട. നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതെല്ലാം പാടുന്നവർ നന്നായിട്ട് പാടും, ഡ്രം വായിക്കുന്നവർ നന്നായിട്ട് ഡ്രം വായിക്കും, കീബോർഡ് വായിക്കുന്നവർ നന്നായിട്ട് വായിക്കും. കാരണം അവർ കണ്ണടയ്ക്കുമ്പോൾ കർത്താവിൻ്റെ മുഖം അവർ കാണുന്നത്, കേൾക്കുന്നവരെയല്ല കാണുന്നത്. പക്ഷെ ഇന്ന് അങ്ങനല്ല. അവർ കണ്ണടയ്ക്കത്തുമില്ല, കർത്താവിൻ്റെ മുഖമൊട്ട് കാണത്തുമില്ല. അവർ കാണുന്നത് മുമ്പിലിരിക്കുന്നവരെ, അല്ലെ ലൈവായിട്ട് കാണുന്ന. കൂടെ പഠിക്കുന്ന പിള്ളേർ കാണും, അല്ലേ? എന്നിട്ട് വേണം പിറ്റേ ദിവസം മൺഡേയിൽ സ്കൂളിൽ ചെല്ലുമ്പോൾ യു ഡിഡ് വെരി വെൽ, അതാ നമുക്ക് കേൾക്കേണ്ടത്. പെർഫോമൻസ് വേണ്ട. പെർഫോമൻസ് ആണ് കർത്താവ് നമ്മളെ അംഗീകരിച്ചതിൻ്റെ മാനദണ്ഡമെങ്കിൽ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മളെ പെർഫോമൻസിൽ തോറ്റുപോയി കഴിഞ്ഞാൽ കർത്താവിൽ നമ്മൾ കൈവിടപ്പെട്ടു എന്നതിൻ്റെ അർത്ഥം. പക്ഷെ കർത്താവ് പെർഫോമൻസിൻ്റെ ബേസിലല്ല എന്നെ നിങ്ങളെ സ്വീകരിച്ചത്, നമ്മുടെ ഹൃദയത്തിൽ വന്ന മാനസാന്തരത്തിൻ്റെ ബേസിലാണ്. അതുകൊണ്ടാണ് നമ്മൾ വീണാലും കർത്താവ് നമ്മളെ കൈക്ക് പിടിച്ച് നടത്തുന്നത്. സോ സ്റ്റോപ്പ് പെർഫോമിങ് ബട്ട് ബി റിയൽ ബിഫോർ ഗോഡ്. ഹല്ലേലൂയ. പ്രോവർബ്സ് 4:23 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. പെട്ടെന്ന് ഞാൻ ഇനിയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോവുക. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നു. കീപ് ദൈ ഹാർട്ട് വിത്ത് ഓൾ ഡിലിജൻസ്, ഫോർ ഔട്ട് ഓഫ് ഇറ്റ് ആർ ദി ഇഷ്യൂസ് ഓഫ് ലൈഫ്. സങ്കീർത്തനങ്ങൾ 51:10 ദാവീദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണെന്നറിയാമോ? ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. കാരണം ദാവീദ് ചെയ്ത തെറ്റുകളെ കുറിച്ചല്ല അവന്റെ പ്രശ്നം. അതിനപ്പുറം ഈ തെറ്റ് ഞാൻ അകത്ത് കവർ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്നിൽ വരുത്തുന്ന നാശത്തെക്കുറിച്ചാണ്. മനസ്സിലായോ സഹോദര സഹോദരി? എന്നെ എല്ലാം കണ്ടുപിടിക്കുമെന്നുള്ളതല്ല എൻ്റെ വിഷയം. ഞാനത് ഉള്ളിൽ മറച്ചു വെച്ച് കഴിഞ്ഞാൽ അത് എന്നെ നശിപ്പിച്ചു കൊണ്ടിരിക്കുക ഓരോ ദിവസവും. എൻ്റെ ഹൃദയത്തിന് മാറ്റം വന്നില്ലെങ്കിൽ അതെൻ്റെ ആത്മാവിനെ തകർത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിച്ചത്, ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. ഞാൻ വേഗം മുന്നോട്ട് പോവാം. ഞാൻ ഒത്തിരി കാര്യങ്ങൾ നോട്ട്സിലൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വായിക്കണമെങ്കിൽ ഞാൻ എന്നും പറയുന്നത് പോലെ യു ക്യാൻ സീ ഇറ്റ് ഓൺ ദി ഇൻ്റർനെറ്റ്. നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ പോയി അതൊക്കെ വായിക്കാം. ഒരു മനോഹരമായ വാക്യം കേൾക്കണമേ. യോഹന്നാന്റെ സുവിശേഷം 12:43. They wanted the praise of people more than the approval of God. അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. നമ്മളെല്ലാം മനുഷ്യരുടെ മാനത്തെയാണ് സ്നേഹിക്കുന്നത്. ദൈവം മാനിക്കണം എന്നുള്ള ആഗ്രഹം നമുക്കില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, when our spiritual life becomes a performance before people, we can lose our relationship with God.
കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൈറ്റ് വാഷ് ഡസ് നോട്ട് റിസറക്ട് ദ ഡെഡ്, ഇറ്റ് ഓൺലി മേക്സ് എ ടോംബ് ലുക്ക് ബെറ്റർ. വൈറ്റ് വാഷ് അകത്ത് കിടക്കുന്ന ഡെഡ് ബോഡിയെ എഴുന്നേൽപ്പിക്കത്തില്ല. വൈറ്റ് വാഷ് ചെയ്യുന്ന ഒരൊറ്റ ഗുണമേ ഉള്ളൂ. എന്താണെന്നറിയാമോ? ആ ടോംബ്, ആ കല്ലറയെ ഭംഗിയാക്കി കാണിക്കും. അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് വേണ്ടത് ഫൈൻ അപ്പിയറൻസ് അല്ല, നമുക്ക് വേണ്ടത് റിസറക്ഷനാണ്, ഉയർപ്പാണ് വേണ്ടത്, ജീവനാണ് നമുക്ക് വേണ്ടത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവജനത്തോട് കർത്താവ് ഒരു ഉടമ്പടി, ഒരു വാഗ്ദത്തം കൊടുത്തത്. എന്താണെന്നറിയാമോ? ഈസെക്കിയേൽ 36:26, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരുന്നു, പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം നിങ്ങളുടെ ജഡത്തിൽ നിന്ന് മാറ്റി മാംസളമായ ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. എ ന്യൂ ഹാർട്ട് ഓൾസോ വിൽ ഐ ഗിവ് യു ആൻഡ് എ ന്യൂ സ്പിരിറ്റ് വിൽ ഐ പുട്ട് വിത്തിൻ യു. എന്താണെന്നറിയാമോ? ഈ ഹൃദയം മാറിക്കഴിഞ്ഞെങ്കിലേ എൻ്റെ ജീവിതം കൊണ്ട് പ്രയോജനമുള്ളൂ. അത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്, നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല. We need to submit to God to say, Lord, change my heart and make me new. അതുകൊണ്ട് 2 കൊരിന്ത്യർ 5:17 പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, സകലതും പുതുതാക്കപ്പെടുന്നു. If a person be in Christ, he is a new creature. Behold, old is gone, everything has become new. അപ്പോൾ ആരാ പുതിയ ഹൃദയം നമ്മൾ തരുന്നത്? യേശു ക്രിസ്തുവാണ്. ഒരാൾ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പുതിയൊരു ഹൃദയം നമുക്ക് തരും. ഹല്ലേലൂയ. ഫൈനൽ പോയിന്റ്, ഇൻ 5 minutes I'll finish it off. 5 മിനിറ്റ് കൊണ്ട് 3-ാമത്തെ പോയിന്റ് പറഞ്ഞ് ഞാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കും. ഇത് അമേസിങ് പോയിന്റാണ് കേട്ടോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ദൈവവചനവും ചേർന്ന് നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. Jesus did not come to make us better people, but to make us brand new with the life of God in us. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് നമ്മളെ ബെറ്റർ പീപ്പിളായിട്ട്, നല്ല ആൾക്കാരാക്കി മാറ്റാനല്ല, പിന്നെയോ നമ്മളെ പുതിയ സൃഷ്ടിയാക്കി മാറ്റാനാണ്. Jesus' words are a warning to the church today. The cross is where the whitewash ends. ഒരു വ്യക്തി ക്രൂശിൻ്റെ അടുക്കിലേക്ക് വരുമ്പോഴാണ് അവൻ്റെ വൈറ്റ് വാഷ് വെള്ള തേച്ചതില്ലാതാവുന്നത്. ക്രൂശിൻ്റെ അടുക്കിലേക്ക് വന്ന് ക്രൂശിനെ തൊട്ട് കഴിഞ്ഞാൽ, ആത്മാവിൽ ക്രൂശിനെ, ആരും ഇത് കേട്ടിട്ട് വെളിയിൽ പോയി കൈ കൊണ്ട് കുരിശിൻ്റെ രൂപത്തെ തൊടുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ആത്മാവിൽ ക്രൂശിനെ തൊട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മേൽ പൂശിയിരുന്ന വെള്ളയൊക്കെ ഇല്ലാതായിട്ട് he becomes a real person. At the cross there is no room for pretending or acting. ക്രൂശിന്റെ അടുക്കലേക്ക് കണ്ണുനീരോടെ കടന്നു വന്ന്, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചവരെ എന്നെ ഒന്ന് തൊടണമേ എന്ന് പറഞ്ഞാൽ, നിന്റെ പുറത്ത് നീ വെച്ച് കെട്ടിയിരുന്ന, നീ തേച്ചു കൂട്ടിയിരുന്ന ആ വെള്ളയെല്ലാം അവിടെ മാറും. You will become a real person. Hallelujah. A whitewashed tomb becomes a temple of God. അവിടെയാ വെള്ള തേച്ച കല്ലറ ദൈവത്തിന് വിശുദ്ധ മന്ദിരമായി മാറുന്നത്. 1 കൊരിന്ത്യർ 3:16 നമ്മൾ വായിക്കുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? 1 കൊരിന്ത്യർ 6:19 പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമാണ്. ആരായിരുന്നു ഞാൻ വെള്ള തേച്ച ശവക്കല്ലറയായിരുന്നു. ക്രൂശിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന് എന്നെ തന്നെ സമർപ്പിച്ച് ക്രിസ്തുവിന് ഞാൻ എന്നെ കീഴ്പ്പെടുത്തി കൊടുത്തപ്പോൾ, താഴ്ത്തി കൊടുത്തപ്പോൾ, അവൻ തൻ്റെ പരിശുദ്ധാത്മാവിനാലും അവൻ്റെ തൻ്റെ വചനത്താലും തനിക്ക് വസിക്കുവാൻ പറ്റുന്ന ഒരു വിശുദ്ധ മന്ദിരമാക്കി നമ്മളെ മാറ്റി. യോഹന്നാന്റെ സുവിശേഷം 15:5 ഇങ്ങനെ വായിക്കുന്നു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ആ ക്രൂശിലൂടെയാണ് നാം കർത്താവിൻ്റെ ശാഖകളായി മാറുന്നത്. കർത്താവിൻ്റെ ജീവൻ നമ്മളിലേക്ക് പ്രാപിക്കുന്നത് അവിടെയാ. ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. ദിസ് ഈസ് ട്രാൻസ്ഫോർമേഷൻ. ഇമാജിൻ യു ആർ സ്റ്റാൻഡിങ് ബിഫോർ ക്രൈസ്റ്റ് ടുഡേ. ക്രിസ്തുവിൻ്റെ മുമ്പിൽ നിന്ന് നിൽക്കുകയാണെന്ന് കരുതിക്കോ. അവർ ടൈറ്റിൽസ് വിൽ ഡിസപ്പിയർ. നമ്മുടെ എല്ലാം മാറും. നമ്മുടെ അക്കംപ്ലിഷ്മെന്റ്, നമ്മുടെ നേട്ടങ്ങൾ അവിടെയില്ല, നമ്മുടെ ടൈറ്റിലുകൾ അവിടെയില്ല, നമ്മുടെ ക്വാളിഫിക്കേഷൻസ് അവിടെയില്ല, ഈ ലോകത്തിലെ നേട്ടങ്ങൾ അവിടെയില്ല, ആളുകൾ നമ്മളെക്കുറിച്ച് പറഞ്ഞ അപവാദങ്ങൾ അവിടെയില്ല, ആളുകൾ നമ്മളെക്കുറിച്ച് പറഞ്ഞ പേരും പെരുമയും അവിടെയില്ല. ഈ ലോകത്തിൽ നമ്മൾ നേടിയതൊന്നുമില്ല. 2 കാര്യങ്ങൾ മാത്രം. ഒന്നുകിൽ നീ ഒരു വെള്ള തേച്ച ശവക്കല്ലറയായി ദൈവത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ യു വിൽ ബി എ ഹോളി ടെമ്പിൾ ഓഫ് ഗാഡ്. ചോയ്സ് നമ്മുടേതാ. ഒന്നുകിൽ വെള്ള തേച്ച ശവക്കല്ലറയായിരിക്കും, അല്ലെങ്കിൽ കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരമായിരിക്കും. 2 choices are with us.
ഈ രണ്ടും നമ്മുടെ മുമ്പിൽ പരിശുദ്ധാത്മാവ് തരികയും ഇന്നത്തെ രാത്രി. നോ വറീസ് വാട്ട് യു ആർ ടുഡേ. ഇന്ന് നീ ആരായിരിക്കുന്നു, ഞാൻ ആയിരിക്കുന്നു വിഷയമല്ല. ഇരിക്കുന്ന ഇടത്ത് നിന്ന് ഈ കേൾക്കുമ്പോൾ നിങ്ങൾ എവിടെ ഇരുന്ന് കേൾക്കുന്നുവോ ഒരു നിമിഷം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് നീ നിന്നെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് he will change your positions from a whitewashed top to a living temple of God. വെള്ളത്തെ ശവക്കല്ലറയിൽ നിന്ന് കർത്താവിൻ്റെ മന്ദിരമായി നമ്മളെ മാറ്റും. മാത്രമല്ല കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്ന് ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കും. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. The fruit of the Spirit is love, joy, peace, patience, kindness, goodness, faithfulness, gentleness and self-control. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. നമ്മൾ പുറത്ത് അഭിനയിക്കേണ്ട, പുറത്ത് പെർഫോം ചെയ്യേണ്ട. ആ ക്രൂശിൻ്റെ പാദപീഠത്തിലേക്ക് വന്ന്, യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് വന്ന് ദൈവവചനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ തൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് തന്ന് നമ്മൾ പോലും അറിയാതെ ഈ ഫലം നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പുറപ്പെടാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നത്തെ രാത്രിക്കാലം ഇത് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അവർ മോട്ടീവ്സ് വിൽ ബി ടെസ്റ്റ്, അവർ ചോയ്സസ് വിൽ ബി ടെസ്റ്റ്, അവർ ഫെയ്ത്ത്ഫുൾനെസ് വിൽ ബി ടെസ്റ്റ്, our hidden sins will be tested, our love will be tested, our good works will be tested. ഇതെല്ലാം ദൈവം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ വിശ്വസ്തത, നമ്മൾ കവർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പാപ സ്വഭാവങ്ങൾ, നമ്മുടെ സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹവും മറ്റുള്ളവരോടുള്ള സ്നേഹവും, നമ്മുടെ നല്ല പ്രവൃത്തികളെന്നും പറഞ്ഞ് ചെയ്യുന്ന പ്രവൃത്തികൾ, ഇതെല്ലാം കർത്താവ് ടെസ്റ്റ് ചെയ്യും. ഒരു റിലീജിയസ് കവറിങ്ങുമില്ലാതെ, ഹല്ലേലൂയ, ഒരു മതത്തിൻ്റെ കവറിങ്ങുമില്ലാതെ, ഒരു ഭക്തിയുടെ കവറിങ്ങുമില്ലാതെ, 2 തിമോത്തി 5-ൽ വായിക്കുന്നത്, 2 തിമോത്തി 3-ൽ വായിക്കുന്നത് പോലെ ഭക്തിയുടെ വേഷമൊന്നുമില്ലാതെ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് ഇന്നത്തെ രാത്രി നമുക്ക് കടന്നു വരാം. എഫേസ്യ ലേഖനം 2:1 മുതലുള്ള വാക്യങ്ങൾ പറയുന്നു, അകൃത്യങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായത് നിങ്ങളെയും അവൻ ക്രിസ്തുവിൽ ഉയർപ്പിച്ചു. 5 വരെയുള്ള വാക്യങ്ങളിൽ അത്ഭുതകരമായ കാര്യങ്ങളായി എഴുതിയിരിക്കുന്നു. നിങ്ങൾ വീട്ടിൽ പോയി അതൊക്കെ ഒന്ന് വായിക്കണം. ഞാൻ ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. ബ്രാക്കറ്റിൽ പറയുന്നു, കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. Christ does not come merely to make bad people good. He comes to make dead people alive. And the life he gives them begins to make them new. ബാഡ് ആയിരിക്കുന്ന, മോശമായി ദുഷ്ടമനുഷ്യരെ നല്ലവരാക്കാനല്ല കർത്താവ് വന്നത്, പിന്നെയോ ആത്മീയമായി മരിച്ചവരെ ഉയർപ്പിക്കാനാണ് കർത്താവ് വന്നത്. കർത്താവ് നമ്മളെ ഈ വചനത്താൽ സഹായിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തിക്കൊടുക്കും. എല്ലാവർക്കും കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേൽപ്പിക്കാം.